ആസ്പിരിൻ പോലുള്ള ബ്ലഡ് തിന്നേഴ്സ്, അതായത് രക്തം കട്ടപിടിക്കുന്നത് തടയാനായുള്ള മരുന്നുകൾ കഴിക്കുന്നവരുടെ എണ്ണം കൂടുകയാണ്. ആസ്പിരിനൊപ്പം ഹൃദ്രോഗികൾ കഴിക്കുന്ന ക്ലോപ്പിഡോഗ്രൽ, വാഫാറിൻ, അപെക്സിബാൻ തുടങ്ങിയ മരുന്നുകളും ഈ വിഭാഗത്തിലാണ് പെടുന്നത്. അതായത് ഹൃദ്രോഗികൾ പലരും ഈ വിഭാഗത്തിൽപ്പെട്ട ഒന്നിൽ കൂടുതൽ മരുന്നുകൾ കഴിക്കുന്നവരാണ്. പ്രത്യേകിച്ചും പേസ് മേക്കർ വെച്ചിരിക്കുന്നവരും ഹൃദയ രക്തക്കുഴലിലെ ബ്ലോക്ക് മാറ്റാനായി സ്റ്റെന്റ് ഇട്ടിട്ടുള്ളവരും. ആന്തരാവയവങ്ങളിൽ അറിയാതെ രക്തസ്രാവം ഉണ്ടാകുക, മുറിവുണ്ടായാൽ ബ്ലീഡിംഗ് നിർത്താൻ കഴിയാതെ വരിക, വയറിൽ അസ്വസ്ഥത, രക്തസ്രാവം തുടങ്ങിയവയാണ് ഇത്തരം മരുന്നുകളുടെ പ്രധാന പാർശ്വഫലങ്ങൾ. ഇത്തരം മരുന്നുകൾ കഴിക്കുന്നവർ എന്തെല്ലാം ശ്രദ്ധിക്കണം? എന്തൊക്കെ പാർശ്വഫലങ്ങളും അപകട സാധ്യതകളുമാണ് ഇത്തരം മരുന്നുകൾ മൂലം ഉണ്ടാകാവുന്നത്? മരുന്ന് കൃത്യമായി കഴിക്കാതിരുന്നാൽ പ്രശ്നമുണ്ടാകുമോ? ഈ മരുന്നുകൾ ഒഴിവാക്കാൻ സാധിക്കില്ലേ? മരുന്ന് ഒഴിവാക്കാൻ എന്ത് ചെയ്യണം? ഒരു ഹെൽത്ത് ടിപ്പ് തരിക എന്നതിനുപരി ഈ രോഗത്തിൻ്റെ കാരണങ്ങളെയും രോഗം നേരത്തെ കണ്ടെത്താനുള്ള മാർഗങ്ങളെയും രോഗം ശരീരത്തെ എത്രമാത്രം ബാധിച്ചു എന്ന് മനസ്സിലാക്കാനുള്ള പരിശോധനാ രീതികളെയും മോഡേൺ മെഡിസിനിൽ ലഭ്യമായ ചികിത്സാ രീതികളെയും അവയുടെ ഗുണദോഷങ്ങളെയും പരിമിതികളെയും കുറിച്ച് അറിവ് നൽകുകയും ഒപ്പം തന്നെ ജീവിതശൈലിയുമായി ഈ രോഗങ്ങൾക്കുള്ള ബന്ധവും ജീവിതശൈലി ക്രമപ്പെടുത്തുന്നതിലൂടെ രോഗപ്രതിരോധവും രോഗമുക്തിയും എങ്ങനെ സാധ്യമാക്കാമെന്നും മനസ്സിലാക്കാൻ സഹായിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അതിനാൽ വീഡിയോ കുറച്ച് നീണ്ടുപോകാം. കൂടുതലായി ഈ രോഗത്തെക്കുറിച്ചും അത് എങ്ങനെയാണ് ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നത് എന്നറിയാനും മനസ്സിലാക്കി അതിൽ നിന്ന് മോചനം നേടാനും ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണിത്. മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന രോഗികൾ പരിശോധനകൾ നടത്തി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ മരുന്നുകൾ കുറയ്ക്കുകയോ നിർത്തുകയോ ചെയ്യാവൂ എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കണം. ആദ്യം നമുക്ക് ഈ ബ്ലഡ് തിന്നേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നോക്കാം. ബേസിക്കലി ബ്ലഡ് തിന്നേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് കട്ട പിടിക്കാതെ ഇരിക്കാനുള്ള മരുന്നുകളാണ്. നമ്മളുടെ ബോഡിയിൽ ഒരു ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് ബ്ലഡ് കട്ട പിടിക്കുക എന്നുള്ളത്. അതായത് നമുക്കൊരു മുറിവുണ്ടായാൽ അതിലൂടെ രക്തം വാർന്നു പോകുന്നത് ഒഴിവാകണം. അത് പുറമേ നിന്നുള്ള മുറിവാകാം, അല്ലെങ്കിൽ ഉള്ളിൽ ഏതെങ്കിലും രക്തക്കുഴലുകളുടെ ഡാമേജ്. മുറിവുണ്ടാകുമ്പോൾ രക്തക്കുഴലുകളെ കട്ട വരികയാണല്ലോ ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്കിന്നി വരുന്ന പോലെ തന്നെ ഇൻറ്റേർണലി ഇപ്പം വയറിനകത്ത് ബ്ലീഡിങ് വരാറുണ്ടല്ലോ. അത് ആസിഡിറ്റി മത്സരവും ഒക്കെ വന്ന് ബ്ലീഡിങ് വരിക എന്ന് പറയുന്നത് എന്നുപോലെ അതുപോലത്തെ ബ്ലീഡിങ് വരാം. അതുപോലെ ഈവൻ ബ്രെയിനിനകത്ത് ബ്രെയിൻ ഹെമറേജ് വന്നു എന്ന് പറയുമല്ലോ. അപ്പോൾ അതുപോലെ ഏത് സ്ഥലത്ത് വേണമെങ്കിലും ഹെമറേജ് വരാം. അപ്പം ഉള്ളിലെ രക്തക്കുഴലുകളാണ് പുറമേക്ക് ഓപ്പൺ ചെയ്യുന്നതാണേലും അവിടെ എന്തെങ്കിലും മുറിവ് വന്ന് ബ്ലഡ് പുറത്തേക്ക് വരാൻ ഇട വന്നു കഴിഞ്ഞാൽ അത് സീൽ ഓഫ് ചെയ്യുക എന്നുള്ളതാണ് ഈ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നതിൻ്റെ കാര്യം വരുന്നത്. അത് അല്ല, നമ്മൾ ബ്ലഡ് എപ്പോഴും ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ തടസ്സം വന്നാലും ബ്ലഡ് ക്ലോട്ടാകാം. അപ്പം നമ്മൾ സാധാരണ ഈ ബ്ലഡ് ക്ലോട്ടാകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് കഴിക്കുന്ന മരുന്നുകൾ രക്തക്കുഴലുകൾക്ക് പ്രോബ്ലം ഉള്ളവർക്ക്, ഹാർട്ടിനും രക്തക്കുഴലുകൾക്കും പ്രോബ്ലം വരുമ്പോഴാണ് ബ്ലഡ് കട്ട പിടിച്ച് ഈ കട്ടകൾ പോയി ബ്ലോക്കാക്കി രക്തക്കുഴലിയെ ബ്ലോക്കാക്കി കളയും. അതാണ് അങ്ങനെ വരാം. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വരാതെ ഇരിക്കാനാണ് നമ്മൾ ഈ മരുന്നുകൾ കഴിക്കുന്നത്. അപ്പോൾ ഈ ബ്ലഡ് ക്ലോട്ടിങ് മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു വലിയൊരു പ്രോസസ്സാണ് ശരിക്കും. അപ്പോൾ അതിനകത്ത് യൂഷ്വലി ഇനിഷ്യേറ്റ് ചെയ്യുന്നത്, അതായത് പ്രോട്ടീൻ മെക്കാനിസം ഇനിഷ്യേറ്റ് ചെയ്യുന്ന യൂഷ്വലി പ്ലേറ്റ്ലെറ്റ് എന്ന് പറഞ്ഞുള്ള നമ്മളുടെ ബ്ലഡിലെ അണുക്കളാണ്. രക്താണുക്കൾ എന്ന് പറയുമല്ലോ. അതിൽ ചുമന്ന രക്താണുക്കൾ ഓക്സിജൻ കൊണ്ടുപോകാനുള്ളത്, വെള്ള രക്താണുക്കൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ സോൾജിയേഴ്സ് പോലെ വർക്ക് ചെയ്യും. പിന്നെ ഇവരാണ് ബ്ലഡ്, ഈ പ്ലേറ്റ്ലെറ്റ് അതാണ് ഏറ്റവും ചെറുത്. പ്ലേറ്റ്ലെറ്റാണ് ഏറ്റവും സ്മോൾ ആയിട്ടുള്ള രക്തത്തിലെ സെൽസാണ്. അപ്പോൾ ഇവരാണ് ബ്ലഡ് ക്ലോട്ടിങ്ങിൻ്റെ മെക്കാനിസത്തെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഹാർട്ടിന് വേണ്ടിയിട്ട് ഈ സ്റ്റെൻ്റൊക്കെ ഇട്ടവരെപ്പോഴും കഴിക്കാനുള്ള ആസ്പിരിന്, ക്ലോപ്പിഡോഗ്രൽ രണ്ടും കൂടെ ഒന്നിച്ചായിരിക്കും കഴിക്കുക. ഒന്നും അതും അതിൻ്റെ കൂടെ ഒരു കൊളസ്ട്രോളിൻ്റെ ഗുളികയും കൂടെ കൂട്ടി ഉള്ള ഒരു കോമ്പിനേഷനായിരിക്കും യൂഷ്വലി കഴിക്കാറുള്ളത്. അപ്പം ഈ മരുന്നുകളൊക്കെ ആൻറ്റി പ്ലേറ്റ്ലെറ്റ്, അതായത് പ്ലേറ്റ്ലെറ്റിനെ അങ്ങ് ബ്ലോക്ക് ചെയ്യുന്ന മരുന്നുകളാണ്. അതായത് നമ്മളുടെ ഈ രക്തം കട്ടപിടിക്കാനുള്ളതിൻ്റെ ഇനിഷ്യേറ്റ് ചെയ്യുന്ന പ്ലേറ്റ്ലെറ്റ് സെൽസിനെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ സൂയിസൈഡൽ എന്ന് പറയും. അതായത് വൺസ് ഇതിനോട് എക്സ്പോസ് ചെയ്താൽ അതായത് ഒരു പ്ലേറ്റ്ലെറ്റ് ഉണ്ടാകുന്ന സമയത്ത് ഈ മരുന്നിനോട് എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്ലേറ്റ്ലെറ്റിൻ്റെ ജീവിതകാലം മുഴുവനും അതിന് ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല. അതിന് രക്തം കട്ടപിടിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാനേ പറ്റില്ല. അപ്പോൾ അതിൻ്റെ സാധാരണ ഒരു പ്ലേറ്റ്ലെറ്റിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരാഴ്ചയാണ്, ഒരു 5 to 10 ഡേയ്സ് വരെയാണ്. അപ്പോൾ അത്രയും ദിവസത്തേക്ക് അത് പറ്റില്ല. അപ്പോൾ ശരിക്കും നമ്മൾ ഈ കഴിക്കുന്ന മരുന്ന് അതിനെ ബ്ലോക്കാക്കി കളയുകയാണ് ചെയ്യുന്നത്. അതായത് പ്ലേറ്റ്ലെറ്റിനെ യൂസ്ലെസ് ആക്കി കളയുകയാണ് ചെയ്യുന്നത്. അതായത് അതിൻ്റെ റിയൽ പർപ്പസിൽ. പക്ഷേ നമ്മളിത് ക്ലോട്ട് ആക്കാതിരിക്കാൻ പ്രത്യേക സാഹചര്യത്തിലാണ് മരുന്നായിട്ട് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് വേറൊരു ഗ്രൂപ്പുണ്ട്. അത് ഈ ആൻറ്റി കൊയാഗുലൻ്റ് എന്ന് പറയും. അതായത് കൊയാഗുലേഷൻ പ്രോസസ്സ് ഉണ്ട്. അതിനൊരു കുറേ പ്രോട്ടീൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. ഇപ്പോൾ ഈ ക്ലോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്ലേറ്റ്ലെറ്റ് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊരു ക്ലോട്ടിങ് ഫാക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളുണ്ട്. അതിനെയൊക്കെ ആക്ടിവേറ്റ് ചെയ്ത് അതിനകത്ത് വരുന്നതാണ് വാർഫാറിൻ എന്ന് പറയുന്ന ഒരു മരുന്ന്. അത് സാധാരണ ഈ പേസ് മേക്കർ വെച്ചവർക്കും അതുപോലെ ഈ ഹാർട്ട് വാൽവ് മാറ്റി വെച്ചവർക്കൊക്കെയാണ് അത്തരം മെഡിസിൻസാണ് കൊടുക്കുന്നത്. അതിന് ശരിക്കും അത് വൈറ്റമിൻ കെയുടെ ആക്ടിവിറ്റി ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ വൈറ്റമിൻ കെ വേണം ഈ ക്ലോട്ടിങ് ഫാക്ടേഴ്സ്, ലിവറാണ് ക്ലോട്ടിങ് ഫാക്ടേഴ്സ് ഉണ്ടാക്കുന്നത്. ആ ക്ലോട്ടിങ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രത്യേകതരം പ്രോട്ടീനുകളാണ്. അത് ഉണ്ടാക്കുന്നത് ലിവറാണ്. അപ്പോൾ അത് ഉണ്ടാക്കണമെങ്കിൽ ഈ വൈറ്റമിൻ കെ വേണം. അത് ആ വൈറ്റമിൻ കെ അങ്ങ് ബ്ലോക്ക് ആക്കുന്നതുകൊണ്ട് ഈ സാധനം ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അതാണ് അതിനകത്ത് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ആ ഗ്രൂപ്പിൽപ്പെട്ട വേറൊരു ലേറ്റസ്റ്റ് കുറച്ച് വേരിയേഷനുള്ള. അപ്പം ഈ വൈറ്റമിൻ കെ എല്ലാ ക്ലോട്ടിങ് ഫാക്ടേഴ്സിനെയും ബ്ലോക്ക് ചെയ്യും. അപ്പോൾ കുറച്ചും കൂടെ സൈഡ് എഫക്റ്റ് കൂടുതലാണ്. പിന്നെ ഒരു ബ്ലീഡിങ് ഉണ്ടായാൽ കൺട്രോൾ ചെയ്യാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇപ്പം അതിൽ തന്നെ ക്ലോട്ടിങ് ഫാക്ടറിലെ 10A എന്ന് പറയുന്നത് ഇതിനെ മാത്രം ബ്ലോക്ക് ചെയ്യുന്നതാണ് പാക്സിബാൻ എന്ന് പറഞ്ഞ് ഇപ്പോൾ കുറച്ചും കൂടെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറേ ചിലതൊക്കെ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റിയെ മാത്രമേ ബ്ലോക്ക് ചെയ്യുള്ളൂ. അങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ ആക്ഷൻ വരുന്നത്. ബേസിക്കലി ഇതൊക്കെ ക്ലോട്ട് ഉണ്ടാകാതിരിക്കാനാണ്. ക്ലോട്ട് ഉണ്ടായാൽ എന്ത് പറ്റും? രക്തക്കുഴലുകളിൽ ക്ലോട്ട് വന്നിട്ട് എവിടെയെങ്കിലും രക്തക്കുഴലിൽ അടഞ്ഞു പോയാൽ, ഇപ്പോൾ ബ്രെയിനിൽ രക്തക്കുഴലിൽ അടഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രെയിനിൽ സ്ട്രോക്ക് വരാം. ഹാർട്ടിലെ രക്തക്കുഴലുകളിലേക്ക് ഇപ്പോൾ ഒരു രക്തക്കട്ട കയറി പോവുകയാണെങ്കിൽ അവിടെ ഹാർട്ടിന് അറ്റാക്ക് വരാം. ഈവൻ നമ്മുടെ രക്തക്കുഴലുകളൊക്കെ ബ്ലോക്ക് വരുമ്പോഴാണ് നമ്മൾ ഈ സ്റ്റെൻ്റൊക്കെ ഇടുന്നത്. ഈ സ്റ്റെൻ്റ് ഇട്ട് കഴിയുമ്പോൾ സ്റ്റെൻ്റ് ഒരു ഫോറിൻ ബോഡിയാണല്ലോ, അതിൽ നമുക്ക് പോയി രക്തം കട്ട പിടിക്കാനുള്ള സാധ്യത കൂടും. അതുകൊണ്ടാണ് ഈ സ്റ്റെൻ്റ് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇത്തരം മരുന്നുകൾ കൊടുക്കുന്നത്. അതുപോലെ നമ്മളുടെ ബോഡിയുടേതല്ലാത്ത എന്ത് സാധനത്തിനെയും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഒരു ഫോറിനറായിട്ടാണ് കാണുന്നത്, അതിനെ നശിപ്പിക്കണം. അപ്പോൾ നമ്മൾ ഈ പേസ് മേക്കറൊക്കെ വെക്കുക. പേസ് മേക്കർ വെക്കുമ്പോൾ നമ്മൾ ചെസ്റ്റിൻ്റെ പുറമെയാണെന്നാണ് നമ്മൾ പടത്തിലൊക്കെ കാണിക്കുമ്പോൾ ഇവിടെ ഒരു ഇതിരിക്കുന്ന പോലെയാണ്, നമ്മളൊരു ബോക്സ് വെച്ചിരിക്കുന്ന പോലെയാണ് കാണുന്നത്. പക്ഷെ അതിൻ്റെ ശരിക്കും അതിൽ നിന്നൊരു വയറ് 2-3 വയറ് ഹാർട്ടിനകത്തേക്ക് ഇടുന്നുണ്ട്. ഹാർട്ടിൻ്റെ ചേംബറിനകത്തേക്ക്, ഹാർട്ടിൻ്റെ ശരിക്കും അകത്തേക്ക് തന്നെ ഇടുന്നുണ്ട്. അതുപോലെ ഈ വാൽവ് ആണെങ്കിലും മാറ്റി വയ്ക്കുമ്പോൾ ഒരു ഫോറിൻ ബോഡിയാണ് അവിടെയും വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളതിനകത്തേക്ക് ഈ ബ്ലഡ് കട്ടയാകും. അതവിടെ തന്നെ ഇത് ചെയ്യുന്ന ബ്ലോക്ക് വരാം, അല്ലെങ്കിൽ അതേ നിന്ന് വിട്ടുപോയി നമ്മളുടെ ബ്രെയിനിലേക്കുള്ള രക്തത്തിലേക്കോ ഒക്കെ കയറിപ്പോവാം. അപ്പോൾ ബ്ലോക്ക് വരും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയുള്ള മരുന്നുകൾ കഴിക്കുന്നവരും വളരെ അങ്ങനെയുള്ള ഈ പേസ് മേക്കറോ വാൽവോ ആർട്ടിഫിഷ്യൽ വാൽവോ ഒക്കെ വെച്ചിട്ടുള്ളവരും സ്ട്രോങ് ആയിട്ടുള്ള തന്നെ ആൻറ്റി കൊയാഗുലൻസ് എടുത്തേ പറ്റുള്ളൂ. അപ്പം ഈ ആൻറ്റിപ്ലേറ്റ്ലെറ്റൊക്കെ അത്ര ഇഫക്റ്റീവായിട്ട് ഈ പറയുന്ന നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയൊക്കെ വർക്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ടാണ് ഈ മറ്റേ പേസ് മേക്കറൊക്കെ വെച്ചിരിക്കുന്നത് കുറേ കൂടെ സ്ട്രോങ് ആയിട്ട് കംപ്ലീറ്റ് ക്ലോട്ടിങ്ങിനെ ബ്ലോക്ക് ചെയ്യുന്ന വാർഫാറിൻ പോലെയുള്ളതും കൂടെ യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. അപ്പം കട്ട പിടിക്കാതിരിക്കാനാണ് നമ്മൾ ഈ മരുന്നൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഇതിന് ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലീഡിങ് വരാമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയാണോ ഇത് ചെയ്യുന്നത്, വരാതിരിക്കാനാണോ ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റും സംഭവിക്കാം. കാരണം നാച്ചുറൽ മെക്കാനിസം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലോട്ടിങ് മെക്കാനിസം ഇത്ര വളരെ ഇലാബറേറ്റ് ആയിട്ടുള്ള ക്ലോട്ടിങ് മെക്കാനിസമാണ് നമ്മളുടെ ഡിസൈനർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന അവിടെ നിന്ന് തന്നിരിക്കുന്ന അത്ര ഒരു ഹ്യൂജ് ബിഗ് മെക്കാനിസമാണ്. അപ്പോൾ അതിനെ ബ്ലോക്ക് ചെയ്യാനാണ് നമ്മൾ ഈ മരുന്നുകളെല്ലാം കഴിക്കുന്നത്. അപ്പോൾ അതിനെ ബ്ലോക്ക് ചെയ്യുമ്പോൾ വരാവുന്നത് ഹെമറേജാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ ഏറ്റവും ഡേഞ്ചറായിട്ട് കാണുന്ന ബ്രെയിനിന് ഹെമറേജ് വരുന്നതാണ്. അപ്പോൾ ഇത്തരം മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും സിവിയർ ബ്രെയിൻ ഹെമറേജ് വന്ന് ബോധമില്ലെന്നായി കോമയിലേക്ക് പോകും. അങ്ങനെയൊക്കെ സംഭവിക്കാവുന്നതേ ഉള്ളൂ, അങ്ങനെ വരാം. പിന്നെ ഉള്ളത് കൂടുതലും വരുന്നത് വയറിനകത്ത് ബ്ലീഡിങ് വരിക എന്നുള്ളതാണ്. വയറിനകത്ത് അൾസർ പോലെ, പ്രത്യേകിച്ച് ഈ ആസ്പിരിനും ക്ലോപ്പിഡോഗ്രലും ഒക്കെ ആസിഡിറ്റി കൂട്ടും. അപ്പോൾ വയറിനകത്ത് അൾസർ വരാം. എന്നിട്ട് ഈ അൾസറിൽ നിന്ന് ബ്ലീഡിങ് വരാം. പിന്നെ ഈവൻ പെർഫറേഷൻ വന്ന് വലിയ ഡേഞ്ചറിലേക്ക് പോകാവുന്നതും വരുന്നുണ്ട്.
അപ്പം അതുപോലെ വേറൊരു റോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മരുന്ന് കഴിക്കുമ്പോൾ ഇത് തന്നെ 2 ഗുളിക 2 തരമൊക്കെ ആയിരിക്കും. കാരണം ഒന്നൊന്നിൻ്റെ കൂടെ അതിൻ്റെ ആക്ടിവിറ്റി കൂട്ടും. അപ്പോൾ തന്നെ ഒത്തിരി സൈഡ് ഇഫക്റ്റിന് ഇങ്ങനെ ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കാനുള്ള പോസിബിലിറ്റി കൂട്ടും. അതുപോലെ തന്നെ ഈ ആസ്പിരിനും ക്ലോപ്പിഡോഗ്രിലും ഒക്കെ കഴിക്കുമ്പോൾ അത് അസിഡിറ്റിയും വന്ന് അൾസർ വന്ന് കോംപ്ലിക്കേഷൻ വരാം. പിന്നെ വയറിനകത്ത് തന്നെ ബ്ലീഡിങ് വന്ന് വലിയ സീരിയസ് ഇഷ്യൂയിലേക്കും ചിലപ്പോൾ പോകാവുന്നതാണ്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷനായിട്ട് വരുന്നത്. പിന്നെ വേറൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് ഒരു ആക്സിഡൻറ്റ് വല്ലതും വന്നൊരു മുറിവുണ്ടായാൽ, നമുക്കറിയാം പലപ്പോഴും വലിയ ആക്സിഡൻ്റൊക്കെ വരുന്ന ബ്ലഡ് ലോസ് കൊണ്ടാണ് പലപ്പോഴും മരണം സംഭവിക്കുന്നത്. നമ്മളൊരു ആശുപത്രിയിൽ കൊണ്ടുചെന്നാൽ രോഗി രക്ഷപ്പെടുത്താനുള്ള ഏറ്റവും ചാൻസ് കൂടുതൽ കിട്ടുന്നത് എന്നിട്ട് നമ്മൾ ആ രക്തം ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാനും ബ്ലഡ് ലോസിന് പകരം നമ്മൾ പുതിയ വേറെ ബ്ലഡ് കൊടുക്കാനോ അല്ലെങ്കിൽ നമ്മൾ ട്രിപ്പൊക്കെ ഇട്ട് ഹാർട്ടിനെ നമ്മളെ BP ഒക്കെ കൺട്രോൾ ചെയ്യാനാണ്. പക്ഷേ ഇത്തരം പേഷ്യൻസ് ഇങ്ങനെ മരുന്ന് കഴിക്കുന്നവർക്ക് ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ ചിലപ്പോൾ പറ്റാതെ വന്നിരിക്കും. അപ്പോൾ അങ്ങനെ വന്ന് ആക്സിഡൻ്റൊക്കെ വരുമ്പോൾ മരണം സംഭവിക്കാനുള്ള മറ്റുള്ള ഒരാളെക്കാളും കൂടുതൽ സാധ്യതയുണ്ട്. ഈവൻ ഹോസ്പിറ്റലിൽ ചെന്നാൽ പോലും നമുക്ക് ഈ മരുന്നിൻ്റെ ആക്ടിവിറ്റി അതിനൊക്കെ ഇപ്പോൾ ഈ പ്ലേറ്റ്ലെറ്റൊക്കെ ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒന്നും ആക്ടിവിറ്റി ആകുന്നില്ലല്ലോ. അത് ഒരാഴ്ച എടുക്കും പുതിയതുണ്ടാക്കി വരണ്ടേ. പിന്നെ നമ്മൾ പ്ലേറ്റ്ലെറ്റ് ട്രാൻസ്ഫ്യൂഷനൊക്കെയാണ് ഇങ്ങനത്തെ ആൾക്കാർക്ക് ആക്സിഡൻ്റൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പ്ലേറ്റ്ലെറ്റ് ട്രാൻസ്ഫ്യൂഷൻ കൊടുക്കുക, അതൊക്കെയാണ്. പിന്നെ വാർഫാരിനൊക്കെ ഒരു ആൻറ്റിഡോട്ട് ഉണ്ട്. അങ്ങനത്തെ മരുന്നുകൾ കൊടുത്താലേ നമുക്ക് അവരെ സേവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുവരെ ബ്ലീഡിങ് ആണ് അതിൻ്റെ ഒരു പ്രോബ്ലം വരാവുന്നത്. നെക്സ്റ്റ്, എങ്ങനെയാണ് നമ്മൾ ഈ ക്ലോട്ട് ഉണ്ടായി നമുക്കൊരു പ്രോബ്ലമായി മാറുന്നത്? നമ്മൾ സാധാരണ ഒരു ബ്ലീഡിങ് ഉണ്ടായാൽ അതിനെ സീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്ലോട്ട് വന്ന് സീൽ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ നമ്മളുടെ ബോഡിയിൽ അല്ലെങ്കിൽ ക്ലോട്ട് വന്നിട്ടുള്ള പ്രോബ്ലംസ് എങ്ങനെ ഉണ്ടാകും? നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് കാലിൽ രക്തക്കുഴലുകളിൽ ക്ലോട്ടായി, അല്ലെങ്കിൽ പല ഓർഗൻസിലും ഇങ്ങനെ ഈവൻ ലിവറിൽ പോലും ബ്ലഡ് ക്ലോട്ട് വന്നിട്ട് ലിവർ ഡാമേജ് വരാം. ഏത് ഓർഗൻ, പിന്നെ പൾമനറി എംബോളിസം, ഇതൊക്കെയാണ്. അതായത് എവിടെയെങ്കിലും ബ്ലഡ് ക്ലോട്ട് പോയി ഈ പ്രശ്നങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണ് ഈ ബ്ലഡ് ക്ലോട്ട് ആകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും നമ്മൾ ബ്ലഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കണം, അത് നിൽക്കാൻ പാടില്ല. അപ്പം നമ്മളെ ഹാർട്ടിനൊക്കെ ചിലപ്പോൾ ഇറഗുലർ ബീറ്റ്സ് എന്നൊക്കെ പറയില്ല, ഹാർട്ട് ശരിക്കും പമ്പ് ചെയ്യാതാകുക, അല്ലെങ്കിൽ ഏട്രിയൽ ഫിബ്രിലേഷൻ, പിന്നെ ശരിക്കും ഹാർട്ട് പമ്പിങ് ഇല്ലാതെ പിന്നെ പതുക്കെ പതുക്കെ ഫുൾ ബ്ലഡ് പമ്പ് ചെയ്യാതിരിക്കും. അപ്പോൾ അതിനൊക്കെ യൂഷ്വലി കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ എല്ലാത്തിനും നെർവ്സ് വേണമല്ലോ. നെർവ്സ് ആണല്ലോ രക്തക്കുഴലുകളെ, ഈ ഹാർട്ടിനെ മസിൽസിനെയൊക്കെ കൺട്രാക്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടി മെസ്സേജസ് പോകുന്നത് ഈ നെർവ്സിൽ കൂടെയാണ്. അപ്പോൾ ഈ അതാണല്ലോ ഹാർട്ടിൻ്റെ ഒരു പേസ് മേക്കർ ഉണ്ട്, അതേ നിന്നുള്ള നെർവ്സ് ഉണ്ട്, അതിനെ കൂടെ ഈ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നതാണ് നമ്മൾ ECG ആയിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യുന്നത് തന്നെ. അപ്പം ആ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയിൽ വരുന്ന പ്രോബ്ലം കൊണ്ടാണ് നമ്മൾ ഹാർട്ട് ബീറ്റിന് വ്യതിയാനങ്ങൾ വരുന്നത്. അത് ഇങ്ങനെ കൂടുതൽ ബീറ്റ് വരിക, ഏട്രിയൽ ഫ്ലട്ടർ, ഏട്രിയൽ ഫിബ്രിലേഷൻ എന്നൊക്കെ പറഞ്ഞ് കുറേ കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കൂടിക്കഴിയുമ്പോഴാണ്, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ കറക്റ്റ് പമ്പിങ് നടക്കാതെ ബ്ലഡ് അതിന് ഹാർട്ടിൽ കെട്ടിക്കിടക്കുന്ന പോലെ വരും. അപ്പോൾ ചിലപ്പോൾ ഹാർട്ടിനകത്ത് തന്നെ ബ്ലഡ് ക്ലോട്ട് വരാം, അല്ലെങ്കിൽ ചെറിയ ബ്ലഡ് ക്ലോട്ടോ വലിയ ബ്ലഡ് ക്ലോട്ടോ, അതിൻ്റെ സൈസ് അനുസരിച്ചായിരിക്കും അതിൻ്റെ അതുകൊണ്ട് വരാവുന്ന കോംപ്ലിക്കേഷൻ വരുന്നത്. പിന്നെ ചിലതരം അണുബാധകൾ വന്ന എൻഡോകാർഡൈറ്റിസ് എന്നൊക്കെ പറയും. ഹാർട്ടിനകത്ത് ബ്ലഡിനകത്ത് അണുബാധ വന്നു കഴിഞ്ഞാൽ ചെറിയ ചെറിയ മൈക്രോ ത്രോംബുകൾ ഉണ്ടാകാം. ചെറിയ ചെറിയ ക്ലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ബ്രെയിനിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളൊരു സ്ട്രോക്ക് വന്ന പോലെ ഒന്നും തോന്നിയല്ല. പക്ഷേ നമ്മൾ കുറേ നാളുകൊണ്ട് അതിൻ്റെ നമ്മളുടെ ചില ഭാഗങ്ങൾ കുറഞ്ഞു വരുമ്പം നമുക്ക് ഓർമ്മക്കുറവോ ബുദ്ധിക്കുറവോ ഇതൊക്കെ ആയിരിക്കും വരുന്നത്. ഒരു ബ്രെയിൻ അട്രോഫിക് ആകാം, ചെറിയതാകുമ്പോൾ നമ്മൾ സൈലൻ്റ് അറ്റാക്ക് പോലെ ആയിരിക്കും വരുന്നത്. പിന്നെയുള്ളത് ഈ രക്തക്കുഴലുകൾക്ക് വരുന്ന ഡാമേജ്. അപ്പോൾ ഹാർട്ടിനകത്ത് പമ്പിങ് കറക്റ്റ് ആകാത്തതുപോലെ രക്തക്കുഴലുകളിൽ കൂടെയുള്ള ഒഴുക്കിനും തടസ്സങ്ങൾ വരാം. തടസ്സങ്ങൾ വരാമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാന കാരണം നമ്മളുടെ ഈ കൊഴുപ്പടിഞ്ഞിട്ട് അത്രോസ്ക്ലെറോസിസ് അല്ലെ പ്ലാക്സ് വരിക എന്ന് പറയുമല്ലോ. അത് വരുമ്പോഴാണല്ലോ നമ്മൾ ഈ ഹാർട്ടിനകത്ത് പോയി സ്റ്റെൻ്റൊക്കെ ഇടുന്നത്. അതിനാണ് നമ്മൾ ആൻജിയോഗ്രാം ചെയ്യുന്നത്, ഇങ്ങനെ കൊഴുപ്പടിഞ്ഞ് ബ്ലോക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നറിയാൻ. ഉണ്ടെങ്കിൽ ഒന്ന് തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റെൻ്റ് ഇടുന്നത്. അപ്പോൾ ഇങ്ങനെ അത് ഹാർട്ടിൻ്റെ രക്തക്കുഴലുകളിൽ മാത്രമല്ല, എല്ലായിടത്തും വരാം. ഈവൻ വലിയ രക്തക്കുഴൽ, മെയിൻ രക്തക്കുഴൽ, അയോർട്ടയിലും എവിടെ വേണേലും വരാം. അപ്പോൾ അങ്ങനെ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു തടസ്സം വരും. പിന്നെ അവിടെ ടെർബുലൻസ്, അവിടെ തന്നെ ബ്ലഡ് കിടന്ന് കറങ്ങാനൊക്കെ തുടങ്ങും.
അത് വരുമ്പം നമുക്കറിയാലോ ഒരു ചുഴി എന്നൊക്കെ പറഞ്ഞ പോലെ വരികയില്ലേ, നമ്മൾ വെള്ളം ഫ്ലോ ചെയ്യുമ്പോൾ ഉള്ളതുപോലെ ഈ പ്രോസസ്സുകളെല്ലാം നമ്മളുടെ ഈ ബ്ലഡ് ഫ്ലോയ്ക്കകത്തും വരാം. അപ്പോൾ അവിടെ കെട്ടിക്കിടക്കുന്നതിൻ്റെ പേരിൽ കട്ടയാകാം. അപ്പോൾ അതുപോലെ ഈ പ്ലാന്റ്സ് ഒക്കെ തന്നെയും അതിൽ ചിലപ്പോൾ ചില കെമിക്കലുകൾ പുറത്തു വരും. അതായത് കൊളസ്ട്രോളും കൊഴുപ്പും ഒക്കെയാണല്ലോ. അപ്പോൾ അവിടെ നിന്ന് അത് പൊട്ടി പുറത്തേക്ക് വരുമ്പോൾ അതിനകത്ത് കൊണ്ടുപോയി സീൽ ചെയ്യും. അത് രക്തത്തിലേക്കെല്ലാം കലരാതിരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി അവിടെ സീൽ ഓഫ് ചെയ്യാൻ നോക്കും. അപ്പോൾ അങ്ങനെയും ക്ലോട്ട് വരാം. അപ്പോൾ അങ്ങനെയാണ് ചിലപ്പോൾ ഈ ആത്രോസ്ക്ലീറോസിസ് ബ്ലാക്കൊക്കെ എല്ലാവർക്കും നാട്ടിലും കൊറോണറി ആർട്ടറിയിലും ഒക്കെ ഉണ്ടാകും. അത് പെട്ടെന്നൊരു ദിവസം നമുക്ക് പ്രത്യേകിച്ച് വല്ല സ്ട്രെസ്ഫുൾ സിറ്റുവേഷനൊക്കെ വരുമ്പോൾ അതിനകത്ത് വിള്ളൽ പോലെ വരും. പ്രത്യേകിച്ച് ആ ഹോർമോണൽ ചേഞ്ചും ഒക്കെ വരുമ്പോൾ നമ്മളുടെ രക്തക്കൊഴലുകളിലെ മസിലിനൊക്കെ വരുന്ന ആ വേരിയേഷൻ കൊണ്ട് ചിലപ്പോൾ അവിടെ റപ്ചർ വന്ന് അവിടെ നിന്ന് യൂസ് ഔട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ പെട്ടെന്ന് പോയി അവിടെ ഓൾറെഡി ഇങ്ങനെ രക്തക്കുഴൽ പോകാനുള്ള സ്ഥലമൊക്കെ വളരെ നാരോ റോഡായിട്ടിരിക്കുകയാണ്. അതിനകത്തേക്ക് വന്ന് പെട്ടെന്ന് ക്ലോട്ടൂടെ വന്നു കഴിയുമ്പോൾ അവിടെ അങ്ങ് ബ്ലോക്കായി പോകും. അങ്ങനെയാണ് നമുക്ക് പലപ്പോഴും അറ്റാക്കൊക്കെ വരുന്നത്. അപ്പം അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാലും, അതായത് ഇങ്ങനെ ഈ കൊഴുപ്പടിഞ്ഞിരിക്കുന്ന ബ്ലോക്കിൻ്റെ ഈ ആത്രോസ്ക്ലീറോസിസ് എന്ന് പുറത്ത് വന്നു കഴിഞ്ഞാലും അവിടെ പോയി പ്ലേറ്റ്ലെറ്റ് കുഴപ്പമുണ്ടാക്കാതെ അത് അവിടെ പോയി ഒട്ടി ക്ലോട്ടിംഗ് പ്രോസസ്സ് ആക്ടിവേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹാർട്ട് പേഷ്യൻസിനൊക്കെ ആസ്പിരിനും ക്ലോപ്പിഡോഗ്രലും ഒക്കെ പോലെയുള്ള മരുന്ന് കൊടുക്കുന്നത്. പിന്നെ മറ്റേ ഈ പേസ് മേക്കറും സ്റ്റെൻറ്റും ഒക്കെ ഉള്ളത്, സ്റ്റെൻറ്റ് വെച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ഫോറിൻ ബോഡിയാണ്, അതേൽ അടിയാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെയുള്ളവരാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. പേസ് മേക്കർ ഇപ്പോൾ സ്റ്റെൻറ്റ് ഇട്ടിട്ട് ഒരു 1 ഇയറിലും നമ്മൾ ഇട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കറക്റ്റായിട്ട് മരുന്ന് കഴിച്ചിരിക്കണം. അല്ല എന്ത് പറ്റും? ഇപ്പം ഇന്നലെ സ്റ്റെൻറ്റ് ഇട്ടു. ഇപ്പം നമ്മൾ പേഷ്യൻറ്റിനെ പലരെയും കാണാറുണ്ട്. സ്റ്റെൻറ്റ് ഇട്ടു, അത് കഴിഞ്ഞിട്ട് മരുന്നൊക്കെ കഴിക്കണമെന്ന് പറഞ്ഞിട്ട് പോയി. പക്ഷേ അത് മരുന്ന് കഴിക്കാൻ തുടങ്ങിയപ്പം വയറിന് അസ്വസ്ഥത വന്നു, മരുന്ന് കഴിക്കലങ്ങ് നിർത്തി. അല്ലെങ്കിൽ നമ്മൾ വീട്ടിലെന്തെങ്കിലും ഒരു ഫാമിലി പ്രശ്നം വന്നു, ഇങ്ങനെയാണല്ലോ നമ്മൾ പലപ്പോഴും അന്നേരം ആ മരുന്നുകൾ കഴിക്കലൊക്കെ അങ്ങ് തെറ്റിപ്പോവും. അങ്ങനെ വന്നാൽ വളരെ ഡേഞ്ചറാണ്. കാരണം അവിടെ ക്ലോട്ട് വന്നിട്ട് ഇവൻ അതേന്ന് വിട്ടുപോയി പല പേഷ്യൻസും കാണാറുണ്ട്, സ്ട്രോക്ക് വരുന്നു, ഇല്ല വീണ്ടും റിപ്പീറ്റ് അറ്റാക്ക് വരാം, സ്ട്രോക്ക് വരാം, ഇതിനെല്ലാം ഉള്ള ചാൻസ് കൂടുകയാണ്. അപ്പോൾ നമ്മൾ സ്റ്റെൻറ്റ് ഇടുന്നതിൻ്റെ മുമ്പാണെങ്കിൽ നമുക്ക് അത്രയും റിസ്ക് ഇല്ല. ഇട്ട് പോയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ കറക്റ്റായിട്ട് ആ മരുന്ന് കഴിച്ചിരിക്കണം. അതുപോലെ പേസ് മേക്കർ വെക്കുകയാണെങ്കിൽ പേസ് മേക്കർ വെക്കുക, വാൽവ് റീപ്ലേസ് ചെയ്ത് ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ മുമ്പ് നമ്മൾ മറ്റുള്ള എല്ലാ കാര്യങ്ങളും വേറെ ഏതെങ്കിലും രീതികളുണ്ടോ ഇത് മാറ്റാൻ പറ്റുമോ എന്ന്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ മൈട്രൽ വാൽവ് സ്റ്റീനോസിസ്, മൈട്രൽ വാൽവ് ഒക്കെ മാറ്റി വയ്ക്കുന്നത് കുറേ കാലങ്ങൾ കൊണ്ടാണ് അത് പ്രോഗ്രസ് ചെയ്യുന്നത്. അതൊക്കെ നമ്മൾ തുടക്കത്തിൽ കണ്ടുപിടിച്ചത് പിന്നെ അതിൻ്റെ പ്രോഗ്രഷൻ നിർത്താൻ നോക്കുവാണെങ്കിൽ അത് മാറ്റി വയ്ക്കേണ്ടത് തന്നെ വരികയില്ല. കുറച്ച് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഹാർട്ടിൻ്റെ ഇതൊക്കെ വരുന്നത് ഈ റുമാറ്റിസം പോലെയുള്ള ഈ ഒരുതരം ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ് പലപ്പോഴും ഈ റൊമാറ്റിക് ഫീവർ വന്ന് ഈ നമ്മുടെ ഹാർട്ട് വാൽവിനെയൊക്കെ ഡാമേജ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് നേരത്തെ കണ്ടുപിടിച്ചാൽ അതിന് വേണ്ട പ്രോപ്പർ കെയർ എടുത്തു കഴിഞ്ഞാൽ അത് പ്രോഗ്രസ് ചെയ്യാതിരിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഈ പേസ് മേക്കർ വയ്ക്കുന്നതൊക്കെ ആണെങ്കിൽ നമ്മൾ ഹാർട്ടിൻ്റെ ബീറ്റൊക്കെ കുറഞ്ഞു വരുമ്പം പേസ് മേക്കർ വയ്ക്കുന്നത്. പക്ഷെ ആ നിലയിൽ പോലും നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ പമ്പിങ് മെക്കാനിസം ഒക്കെ കൂട്ടിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ ഓർക്കണം, നമ്മൾ എളുപ്പ വഴിയായിട്ടാണ് നമ്മൾ ലൈഫ് സ്റ്റൈലൊക്കെ കറക്റ്റ് ചെയ്യാൻ ഒക്കെ മടിയായതുകൊണ്ടായിരിക്കും പലപ്പോഴും പോയി ഒരു എൻഡ് സ്റ്റേജ് നമ്മൾ വാൽവ് 3rd ലെവൽ ഓർ 4th ലെവൽ വാൽവ് ഡാമേജ് വന്നു കഴിഞ്ഞാൽ പിന്നെ റീപ്ലേസ് ചെയ്താലേ പറ്റുള്ളൂ. അതൊരു സ്ട്രക്ചറൽ അബ്നോർമാലിറ്റി ആണല്ലോ. പക്ഷെ പലപ്പോഴും അല്ലാതെ പേസ് മേക്കറൊക്കെ വയ്ക്കുന്ന നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ വെച്ച് പോയിട്ടുണ്ടെങ്കിൽ ലൈഫ് ലോങ് നമ്മൾ വൺസ് പേസ് മേക്കർ വെച്ചാലോ ഹാർട്ടിലൊരു സാധനം ഇംപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഒരിക്കലും അത് റിമൂവ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ അതിൻ്റെ വയറൊക്കെ അതുമായിട്ട് അങ്ങ് അറ്റാച്ച്ഡ് ആകും. പിന്നെ നമുക്ക് എടുത്തു കളയാനും ഒന്നും പറ്റില്ല. അതുകൊണ്ട് ചെയ്യുന്നതിൻ്റെ മുമ്പ് നമ്മൾ ഇതെല്ലാം ജീവിതശൈലി രോഗങ്ങളുടെ ഭാഗമായിട്ടാണ് വരുന്നത്. അതിന് മുമ്പ് അല്ലെങ്കിൽ നമ്മൾ അങ്ങേയറ്റം എത്തുന്നതിന് മുമ്പ് തുടക്കത്തിൽ തന്നെ ഈവൻ പേസ് മേക്കറിൻ്റെയൊക്കെ വരുന്നതിൻ്റെ മുമ്പ് തുടങ്ങുമ്പോൾ തന്നെ അറിയാമല്ലോ, പെട്ടെന്നൊരു ദിവസമല്ല പേസ് മേക്കർ വേണ്ടി വരുന്നത്. അപ്പോൾ വേണമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഓടിപ്പോയി പേസ് മേക്കർ ഡോക്ടർ പറഞ്ഞു ഉടനെ വെക്കുക എന്നുള്ളതല്ല. നമ്മൾ ഓൾവേസ് പേസ് മേക്കർ വെക്കാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൊണ്ട് എന്ത് ബെനിഫിറ്റ് കിട്ടും എന്ന് നോക്കിയിട്ടേ നമ്മൾ വെക്കാൻ പാടുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ ഈ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കണം. അപ്പം നമുക്കൊരു ഓപ്പറേഷൻ, നമുക്ക് ഒത്തിരി യാത്രകളും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഇത്തരം കാര്യങ്ങൾ വെച്ച് യാത്രയൊക്കെ ചെയ്ത്
ആക്സിഡൻ്റ് ഒക്കെ എപ്പം വേണേലും വരാമല്ലോ. വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കൊണ്ടുള്ള പ്രോബ്ലംസ് വരാൻ, ഒരു ഓപ്പറേഷൻ വേണ്ടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിഫിക്കൽട്ടാണ്. കാരണം നമ്മൾ മരുന്ന് നിർത്തി ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ആ സമയത്തും ബ്ലഡ് ക്ലോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. സോ നമ്മൾ ഒരു വല്ലാത്ത സിറ്റുവേഷനിലാണ് പോയി അങ്ങനെ വന്നു കഴിയുന്നൊരു ഫേസ് ചെയ്യേണ്ടി വരും പലപ്പോഴും. മറ്റു രോഗങ്ങൾക്കായിട്ട് ഓപ്പറേഷൻ ചെയ്യുക ഇതൊക്കെ വരുന്നത് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് എപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങൾ, ഇംപ്ലാന്റ് വയ്ക്കുക, ഹാർട്ടിനകത്ത് പേസ് മേക്കർ വയ്ക്കുക, ഇത്തരം കാര്യങ്ങൾക്ക് മുമ്പ് ഒന്നും കൂടെ ആലോചിക്കുക. കാരണം നമുക്ക് പിന്നെ മരുന്നുകൾ നിർത്താൻ പറ്റില്ല. അത് നമ്മൾ ഓൾവേസ് റിമെമ്പർ ചെയ്യണം. പിന്നെ കറക്റ്റായിട്ട് തന്നെ എടുത്തുകൊണ്ടിരിക്കണം. പിന്നെ ഇത് എത്ര ഡോക്ടറിൻ്റെ അഡ്വൈസോട് കൂടി നിർത്തി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഓപ്പറേഷന് വേണ്ടിയിട്ട് നമുക്ക് നിർത്താതെ പറ്റില്ല. പക്ഷെ അവിടെ ഒരു റിസ്ക് എടുത്തുകൊണ്ട് മാത്രമേ, ഇപ്പം പേഷ്യൻ്റ് ആണല്ലോ, എല്ലാ റിസ്ക്കും വരുന്ന ഡോക്ടറിന് ഡെഫിനറ്റ്ലി റിസ്ക് ഉണ്ട്. കാരണം ഇങ്ങനത്തെ കാര്യങ്ങൾ വെച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഒരു ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് 1 മാസത്തേക്ക് മരുന്ന് നിർത്താമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവിടെ ഒരു പേഷ്യൻ്റ് ഒരു റിസ്ക് അക്സെപ്റ്റ് ചെയ്യുകയാണ് ക്ലോട്ട് ഉണ്ടാകാനുള്ള. അപ്പം അങ്ങനത്തെ ഉണ്ടാകാം എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് എടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അതിന് മുമ്പാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, പേസ് മേക്കർ വെക്കണോ, അതാ ഞാൻ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് ഞാൻ ഈ രോഗത്തിൽ നിന്ന് മാറാൻ നോക്കണോ എന്നുള്ളത് ഓൾവേസ് ആലോചിക്കുക. പിന്നെ വേറൊരു കണ്ടീഷനിൽ സാധാരണയായിട്ട് ക്ലോട്ട് വരാൻ സാധ്യത കൂടുതൽ കാണുന്നത് ഈ വെരിക്കോസ് വെയിൻ ഉള്ളവർക്കാണ്. വെരിക്കോസ് വെയിൻ ഉള്ളവരുടെയും ഈ വെരിക്കോസ് വെയിനിൽ ഈ വാൽവുകൾക്ക് ഡാമേജ് വരുന്നതുകൊണ്ട് ബ്ലഡ് തിരിച്ച് ഫ്ലോ ചെയ്യും, താഴോട്ട് പോകും, പിന്നെ മുകളിലോട്ട് കയറി പോകാൻ ബുദ്ധിമുട്ട് വരും. അങ്ങനെ വരുമ്പോൾ അവിടെ ബ്ലഡ് ക്ലോട്ട് വരാം. അപ്പോൾ അവിടെ നിന്ന് വരുന്ന ബ്ലഡ് ക്ലോട്ട് നേരെ റൈറ്റ് ഹാർട്ടിലേക്ക് പോയിട്ട് ലങ്സിലേക്കാണ് പോവുക. അപ്പോൾ സാധാരണ അത് അവിടെ വെയിനിൽ വരുന്ന രക്തം കട്ട പിടിച്ചു കഴിഞ്ഞാലും അത് ബ്രെയിനിലൊക്കെ പോയി സ്ട്രോക്ക് ഉണ്ടാക്കാനുള്ള സാധ്യതയില്ല. അത് പോയി ലങ്സിനകത്തേക്ക് കയറി പൾമണറി എംബോളിസം പോലെയാണ്. ശരിക്കും പൾമണറി എംബോളിസം, മാസീവ് പൾമണറി എംബോളിസം വന്നു കഴിഞ്ഞാൽ നമുക്കത് സിംറ്റംസ് ഒന്ന് തന്നെയായിരിക്കും. നമ്മൾ മാസീവ് പൾമണറി എംബോളിസം അല്ലെ മാസീവ് ഹാർട്ട് അറ്റാക്ക്, മാസീവ് ബ്രെയിൻ അറ്റാക്ക്, ഇതിനെല്ലാം ബോധക്കേട് വന്ന് ആൾക്ക് പെട്ടെന്ന് തലറിഞ്ഞ് വീഴുക എന്നുള്ളതുപോലെ ആയിരിക്കും വരുന്നത്. 3-ലാണെങ്കിലും വരുന്നത്. ബ്രെയിനിലാണെങ്കിൽ ബ്ലോക്ക് കൊണ്ടും വരാം, അല്ലെങ്കിൽ ഹെമറേജ് വരാം. ഹാർട്ടിനകത്താണെങ്കിൽ മാസീവ് ബ്ലോക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് സെയിം തന്നെ വരും. പൾമണറി എംബോളിസോ എല്ലാം വന്ന് ലങ്സിലേക്ക് കംപ്ലീറ്റ് ബ്ലോക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും പെട്ടെന്ന് ഓക്സിജൻ കിട്ടാതെ പെട്ടെന്ന് ബോധക്കേട് പോലെ വരുന്നതായിരിക്കും. പിന്നെ വേറൊരു റീസൺ ചോദിച്ചു കഴിഞ്ഞാൽ രക്തത്തിൻ്റെ തന്നെ കുഴപ്പം കൊണ്ടും വരാം. രക്തത്തിൻ്റെ കുഴപ്പം കൊണ്ട് വരുന്നത് മെയിൻലി ചുമന്ന രക്താണുക്കളുടെ എണ്ണം കൂടിപ്പോകുന്നൊരു കണ്ടീഷനുണ്ട്. പോളിസൈത്തീമിയ റൂബ്രാവറ എന്നൊക്കെ പറയും. അതിൽ സാധാരണ നമുക്ക് ഉണ്ടാകാവുന്ന, ഇപ്പം സാധാരണ യൂഷ്വലി അപ് ടു 16 വരെയാണ്. ലേഡീസിനൊക്കെ ആണെങ്കിൽ അപ് ടു 12 to 14 നോർമൽ വാല്യൂ പറയുന്നത് ഹീമോഗ്ലോബിൻ്റെ അളവ്. അതിലും ആണുങ്ങളിലാണെങ്കിൽ ഒരു 14 to 16 വരുന്നത്, 13 to 16. അപ്പോൾ അതിലും കൂടുതൽ ഹീമോഗ്ലോബിൻ്റെ രക്തം കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ രക്തത്തിൻ്റെ കട്ടി കൂടും. അങ്ങനെയുള്ളവരിൽ പ്രത്യേകിച്ച് ഈ ചൂടുകാലം, വേനൽക്കാലം ഒക്കെ ആകുമ്പം ഡീഹൈഡ്രേഷനും കൂടെയൊക്കെ വന്നു കഴിഞ്ഞാൽ അതും ക്ലോട്ട് ഉണ്ടാക്കാനുള്ള സാധ്യത കൂടും. പിന്നെ ചില ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ്, അതായത് ക്ലോട്ട് ഉണ്ടാക്കുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതിൽ ഏതെങ്കിലും ഒരു ക്ലോട്ടിംഗ് ഫാക്ടറിൻ്റെ കൂടുതൽ അങ്ങനെയൊക്കെ വരുന്ന കാര്യങ്ങൾ കൊണ്ടും ബ്ലഡ് കൂട്ടുകയും അതിലൊരു ഈ ആൻറ്റിഫോസ്ഫോലൈപ്പിഡ് സിൻഡ്രോം എന്നൊക്കെ പറയുന്ന ഒരു കണ്ടീഷനുണ്ട്. അപ്പോൾ അത് ഒരുതരം ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. അതിനകത്തും ഇങ്ങനെ ബ്ലഡ് കട്ടയാകാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഈ കാലിൽ ഡീപ്പ് വെയിൻ ത്രോംബോസിസ് ഒക്കെ വരാം. അപ്പം ഇതൊക്കെയാണ് ഇതിനകത്ത് വരാവുന്നത്. പിന്നെ ഉള്ളത് നമ്മൾ ഈ രക്തക്കൊഴലുകൾക്ക് തന്നെ വരുന്ന ഡാമേജാണ്. അതായത് രക്തം ഒഴുകുന്ന അതിനകത്ത് ഒരുതരം അൾസറേഷനൊക്കെ പോലെ, അതിലൊന്നാണ് ആർത്രോമ, അല്ലെങ്കിൽ നമ്മൾ ഈ കൊഴുപ്പടിഞ്ഞ് വരുന്നത്. പിന്നെ ഇത് കൂടുതലായിരിക്കും ഹൈപ്പർ ടെൻഷൻ ഉള്ളവർക്കും സ്മോക്കേഴ്സ് ഒക്കെ ഇത് കൂടുതലായിരിക്കും. അപ്പം ഇതെല്ലാം ഈ രക്തം കട്ട പിടിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ രക്തത്തിന് തന്നെ പ്രശ്നം ഉണ്ടാകണം, രക്തത്തിൽ തന്നെ പ്രശ്നം, അല്ലെ രക്തക്കുഴലുകൾക്ക് പ്രോബ്ലം ഉണ്ടാകണം, അല്ലെ ഹാർട്ടിൻ്റെ ബീറ്റിങ്, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ഈ ബ്ലഡ് കട്ട പിടിക്കാനുള്ള സാധ്യത കൂടുന്നത്. നെക്സ്റ്റ്, നമ്മൾ എങ്ങനെയുള്ള പേഷ്യൻസിനാണ് സാധാരണ ഡോക്ടർമാർ ഈ ആൻറ്റികോയാഗുലൻസ് കൊടുക്കുന്നതെന്നുള്ളതാണ്. ഒന്ന്, നമ്മൾ ഈ രക്തക്കുഴലുകൾക്ക് ഡാമേജ് വരാൻ സാധ്യതയുണ്ട്, അതിൻ്റെ പേര് ക്ലോട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ളതിന് ആയിട്ടുള്ള പേഷ്യൻസിനാണ് സാധാരണ കൊടുക്കുന്നത്. അത് BP ഉള്ളവർക്ക്, അതുപോലെ കൊളസ്ട്രോൾ കൂടുതലുള്ളവർക്ക്,
പിന്നെ നമ്മൾ ഈ CIMT എന്നൊക്കെ പറഞ്ഞ ടെസ്റ്റുകളൊക്കെ നോക്കുന്നു. രക്തക്കൊഴലുകളിൽ അടവ് അല്ലെങ്കിൽ ആൻജിയോഗ്രാം ഒക്കെ നോക്കുമ്പോൾ അടവുള്ളവർക്ക് നോക്കിയാലും ഇല്ലെങ്കിൽ എത്രയാണേലും കുറച്ച് പ്രായമായി കഴിയുമ്പോൾ കുറച്ച് രക്തക്കൊഴലുകളിലൊക്കെ കൊഴുപ്പ് അടിഞ്ഞിട്ടുണ്ടാവും എല്ലാവർക്കും. അപ്പോൾ പലപ്പോഴും എല്ലാവരും ഒരു സേഫ്റ്റിക്ക് എന്നുള്ളത് പോലെ ഒരു ആസ്പിരിൻ അങ്ങ് കഴിച്ചേക്കാം. വലിയ വിലയില്ലാത്ത മരുന്ന്. പിന്നെ അതിൻ്റെ കൂടെ BP ഉണ്ട്, കൊളസ്ട്രോളും കൂടെ ഇപ്പോൾ പ്രത്യേകിച്ച് ഇച്ചിരി ഓവർ വെയ്റ്റും ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈലും ഒക്കെ ആണെങ്കിൽ മിക്കവാറും ഒരു 40 കഴിയുമ്പോഴേക്കും എല്ലാവർക്കും തന്നെ കുറച്ച് BPയും അല്ലെങ്കിൽ കൊളസ്ട്രോളും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പം ഒരു പ്രൊഫൈലാക്റ്റിക് ആയിട്ട് കഴിക്കുക എന്നുള്ളതാണ്. പിന്നെ ക്ലോട്ട് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട്. അവിടെ കുറച്ച് പ്രശ്നമുണ്ട്. അതുകൊണ്ട് ക്ലോട്ടിനെ അങ്ങ് വേണ്ടാന്ന് വയ്ക്കാം എന്നുള്ള നിലയിൽ നമ്മൾ എടുക്കും. പിന്നെ ഉള്ളത് നമ്മൾ ഈ സ്റ്റെൻറ്റ് ഇംപ്ലാന്റ്സ് ഇട്ട് കഴിഞ്ഞാൽ സ്റ്റെൻറ്റ് ഇടുക, പേസ് മേക്കർ വയ്ക്കുക, വാൽവ് റീപ്ലേസ്മെൻറ്റ് വയ്ക്കുക, ഇങ്ങനെയൊക്കെ വന്നവർക്ക് നമ്മൾ ചെയ്യാതെ അത് പിന്നെ മസ്റ്റാണ്. അങ്ങനെയുള്ളവർ പിന്നെ അത് ആ കണക്കനുസരിച്ച് തന്നെ എടുത്തിരിക്കണം. മറ്റേത് ജസ്റ്റ് പ്രൊഫൈലാക്റ്റിക് എടുക്കുകയാണെങ്കിൽ ഇപ്പം പ്രഷറുള്ളവർക്ക് പ്രഷർ മാറാൻ ശരിക്കും ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്താൽ പ്രഷർ മാറാവുന്നതേ ഉള്ളൂ. കൊളസ്ട്രോൾ ഉള്ളവർക്ക് കൊളസ്ട്രോൾ മാറാവുന്നതേ ഉള്ളൂ. ഈവൻ കുറച്ച് ആത്രോസ്ക്ലിറോസിസ്, കൊളസ്ട്രോളും പ്രഷറോ അല്ലെങ്കിൽ ഡയബറ്റീസോ ഉള്ളവർക്കാണല്ലോ ആത്രോസ്ക്ലിറോസിസ് വരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മരുന്നിൽ നിന്ന് മാറാവുന്നതേ ഉള്ളൂ. പക്ഷേ ഈ ആർട്ടിഫിഷ്യൽ ഇംപ്ലാന്റ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ മരുന്നിൽ നിന്ന് മാറാൻ പറ്റില്ല. പിന്നെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരും ജീവിതശൈലി കറക്റ്റ് ചെയ്തുകൊണ്ട് പാരലായിട്ട് മാത്രമേ നമുക്ക് മരുന്നിൽ നിന്ന് മാറാൻ പറ്റുള്ളൂ. മരുന്നിന് സൈഡ് ഇഫക്റ്റ് ഉണ്ട്, എന്നാൽ ഞാനിപ്പോൾ കഴിക്കുന്നില്ല, അങ്ങനെ നമ്മൾ ചിന്തിക്കുക എന്നുള്ളതല്ല ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈ സ്റ്റെൻറ്റോ ഇതൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ സ്റ്റെൻറ്റിട്ട 1 ഇയർ വരെ പേസ് മേക്കറും വാൽവ് റീപ്ലേസ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈഫ് ലോങ് കഴിച്ചേ പറ്റുള്ളൂ. അല്ലാത്തവർക്ക് ഈവൻ സ്റ്റെൻറ്റ് ഇട്ടിട്ട് 1 ഇയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ മരുന്നിൽ നിന്നൊക്കെ മാറാം, പ്രൊവൈഡഡ് നമ്മൾ ജീവിതശൈലി കറക്റ്റ് ചെയ്ത് പാരലാക്കി നമ്മളുടെ കാർഡിയാക് മാർക്കേഴ്സും ബ്ലഡ് പാരാമീറ്റേഴ്സും എല്ലാം കറക്റ്റാക്കി നോക്കിക്കൊണ്ട് അതൊക്കെ കുറച്ച് കൊണ്ടുവരാനേ പറ്റുള്ളൂ. അല്ലാതെ ബ്ലൈൻഡായിട്ട് നിർത്തുക എന്നുള്ളതല്ല അതിനകത്ത് ചെയ്യേണ്ടത്. സൈഡ് എഫക്റ്റ് ഉണ്ട്, ഡെഫിനറ്റ്ലി എല്ലാ മരുന്നുകൾക്കും സൈഡ് എഫക്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മരുന്നുകളുടെ ഉപയോഗം ഏറ്റവും മിനിമൈസ് ചെയ്യണം. പിന്നെ ഈ ഹാർട്ടിൻ്റെ ബീറ്റിൻ്റെ അബ്നോർമാലിറ്റി വരുന്നവർക്കാണ് വേറൊരു ഗ്രൂപ്പ്, ഏട്രിയൽ ഫിബ്രിലേഷൻ ഒക്കെ. അതും വളരെ സ്ട്രോങ് ആയിട്ടുള്ളതാണ് കൊടുക്കാറുള്ളത്. ഹാർട്ടിനകത്ത് തന്നെയാണല്ലോ ബ്ലഡ് ക്ലോട്ട് വരുന്നത്. അതുകൊണ്ട് സ്ട്രോക്കൊക്കെ വരാൻ സാധ്യതയുള്ളതുകൊണ്ട്. പക്ഷേ നമ്മൾ ഒരു കാര്യം കൂടെ ഓർക്കണം, നമുക്ക് ഈ BP മിക്കവാറും ഈ ഹാർട്ട് പേഷ്യൻസ് ഒക്കെ ഈ മരുന്ന് കഴിക്കുന്നവർക്ക് BP ഉണ്ടാകും. ശരിക്കും ഈ ആൻറ്റികോയാഗുലൻ്റ് ആയിട്ടുള്ള മരുന്നുകളെല്ലാം BP ഉള്ളവർക്ക് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. കാരണം BP കൂടുതലുള്ളവർക്ക് നമ്മൾ മരുന്ന് കഴിച്ച് കൺട്രോളിലായിരിക്കുകയാണെങ്കിൽ പോലും ചിലപ്പോൾ നമ്മൾ എപ്പോഴും ഒക്കെ മരുന്ന് കൃത്യമായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ എത്ര മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ സ്ട്രെസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ BP അങ്ങ് കൂടിപ്പോവും, BP ഷൂട്ടപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവൻ മരുന്ന് കഴിച്ചിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ഷൂട്ടപ്പ് ചെയ്യുമ്പോഴോ നമുക്ക് ചെറിയ ചെറിയ ബ്രേക്സ് വരാം ഈ രക്തക്കൊഴലുകൾ. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ സംഭവിക്കാവുന്ന ഈ ബ്രെയിനിലെ രക്തക്കൊഴലുകൾക്കാണ്. ബ്രെയിനുള്ളിലെ രക്തക്കൊഴലുകൾക്ക് ഇങ്ങനെ ഇത് വന്നാൽ നാച്ചുറലി ഈ മരുന്നൊന്നും കഴിക്കുന്നില്ലെങ്കിൽ അത് തന്നെ സീൽ ഓഫ് ആവും, നമ്മൾ അറിയത്തു പോലുമില്ല. പക്ഷേ ഈ ആൻറ്റിപ്ലേറ്റ്ലെറ്റ് കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റു ബ്ലഡ് തിന്നേഴ്സോ കഴിക്കുന്നുണ്ടെങ്കിൽ ആ അവിടെ ക്ലോട്ടിക് മെക്കാനിസം ഇല്ലല്ലോ, അതിങ്ങനെ പതുക്കെ ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ പതുക്കെ പതുക്കെ ബ്ലീഡ് ചെയ്ത് ചിലപ്പം അതൊരു സിവിയർ വലിയ ഒരു ഇതിലേക്ക് പോകാം. അത് ബ്രെയിനിലേക്ക് പുറത്തേക്ക് വളരുന്ന സബ്ഡ്യൂറൽ ഹെമറ്റോമ പോലെയുള്ളതൊക്കെ ആണെങ്കിൽ അത്ര പെട്ടെന്ന് ഡാമേജ് വരികയില്ല, അത്ര സിംറ്റമാറ്റിക്കും ആകണമെന്ന് നിർബന്ധമില്ല. പിന്നെ നമുക്ക് എന്തെങ്കിലും വന്നാലും നമുക്കതൊരു ഓപ്പറേഷനൊക്കെ വഴിയാണെങ്കിലും കറക്റ്റ് ചെയ്യാൻ പറ്റും. സബ്ഡ്യൂറൽ അതായത് ജസ്റ്റ് തലയോട്ടിയുടെ അടിയിലുള്ളതിലാണല്ലേ. പക്ഷെ ഉള്ളിൽ വരുമ്പോൾ നമുക്ക് കണ്ടുപിടിച്ചാൽ പോലും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ മരുന്ന് നിർത്തി ഈ ബ്ലഡ് തിന്നേഴ്സൊക്കെ നിർത്തി ബ്ലഡ് കട്ട പിടിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാമെന്നാണ് ചെയ്യാൻ പറ്റുക. പക്ഷെ അവസരം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഓർക്കണം, ഈ പേസ് മേക്കറും ഇതൊക്കെ വെച്ചിരിക്കുന്നവർക്ക് അതും ചെയ്യാൻ പറ്റില്ല. അന്നേരം ചെയ്താൽ അതിൻ്റെ പേര് ക്ലോട്ടും വരാം. സോ നമുക്ക് ഒന്നെങ്കിൽ ബ്ലീഡിങ് കൂടുതൽ വന്നിട്ടുള്ള പ്രശ്നം അല്ലെങ്കിൽ ക്ലോട്ട് വന്നിട്ടുള്ള പ്രശ്നം, ഇതിൻ്റെ ഇടയിലായി പോകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം ഇപ്പം ജീവിതശൈലിയുടെ പ്രശ്നം കൊണ്ട് വരുന്നത്. നമ്മൾ ജീവിതശൈലി കറക്റ്റ് ചെയ്താൽ ഈവൻ ഈ ഏട്രിയൽ ഫിബ്രിലേഷൻ, ഇങ്ങനെ ഹാർട്ടിൻ്റെ ഇറഗുലർ ബീറ്റ്, ഇതെല്ലാം നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അത് കറക്റ്റ് ആകുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാനുള്ള മെക്കാനിസംസും ഉണ്ട്. ബ്ലഡ് ടെസ്റ്റുകളിൽ തന്നെ കാർഡിയാക് മാർക്കേഴ്സ് ഉണ്ട്. പിന്നെ ECG എടുത്ത് നോക്കാം. ECG എടുത്ത് നോക്കുമ്പോൾ ECG നോർമൽ ആണെങ്കിൽ പെർസിസ്റ്റൻ്റ് ആയിട്ട് ECG നോർമലായിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ ഏട്രിയൽ ഫിബ്രിലേഷൻ ഒക്കെ വന്നു ഡയഗ്നോസ് ചെയ്തു, ഓക്കെ, കുറച്ച് നാളും ഒരു മാസം ആ സമയത്തേക്ക് എല്ലാം കറക്റ്റ് ആകുന്നോടം വരെ മരുന്നെടുക്കുക. പിന്നെ ജീവിതശൈലി കറക്റ്റ് ചെയ്യുക, ഓവർ വെയ്റ്റ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാം.
അതുപോലെ ഹൈപ്പർ ടെൻഷനോ ഡയബറ്റീസോ ഒക്കെ ഉണ്ടെങ്കിൽ ആക്ച്വലി അതൊക്കെ നമുക്ക് മാറ്റാവുന്ന രോഗങ്ങളാണ്. ജീവിതശൈലി മരുന്ന് വെച്ച് മാറ്റാൻ പറ്റില്ല, പക്ഷേ ജീവിതശൈലി കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാറ്റാൻ പറ്റുന്നതേ ഉള്ളൂ. ഫുഡ് കൺട്രോളും എക്സസൈസും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒക്കെ മാറ്റാവുന്നേ ഉള്ളൂ. അതെല്ലാം മാറുന്നതിനനുസരിച്ച് നമുക്ക് ഈ മരുന്ന് കുറച്ചുകൊണ്ട് വന്ന് നിർത്താനും പറ്റും. നെക്സ്റ്റ്, ബ്ലഡ് തിന്നേഴ്സ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈഡ് എഫക്ട്സും ബ്ലീഡിങ്ങും ഒക്കെ വരാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് ഇതിന് പരിഹാരം എന്നുള്ളതാണ്. അപ്പോൾ ബേസിക്കലി ഈ ബ്ലഡ് തിന്നേഴ്സ് നമ്മൾ കഴിക്കേണ്ടി വരുന്നത് നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾക്കാണ്. അപ്പം ജീവിതശൈലി രോഗങ്ങൾ നമ്മൾ മരുന്ന് വെച്ച് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റില്ല. അപ്പം യൂഷ്വലി ഇതൊക്കെ വരുന്നത് പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർക്ക്, അല്ലെങ്കിൽ ഓവർ വെയ്റ്റും ഉള്ളവർക്ക്, അല്ലെങ്കിൽ ഡയബറ്റീസും കൂടെ ഉള്ളവർക്കാണ് ഹാർട്ട് പ്രശ്നങ്ങളൊക്കെ തന്നെ വരുന്നത്. ഈ ഹാർട്ട് പ്രശ്നങ്ങൾ വന്നിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ മരുന്ന് കഴിക്കേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ട് വന്നു, DVT വന്നു, അല്ലെങ്കിൽ ഏട്രിയൽ ഫിബ്രിലേഷൻ വന്നു. ഇതെല്ലാം ജീവിതശൈലിയുടെ പ്രശ്നങ്ങൾ കൊണ്ടാണ്. അപ്പം നമ്മൾ ജീവിതശൈലി കറക്റ്റ് ചെയ്ത് അമിതവണ്ണം ഉണ്ടെങ്കിൽ അത് മാറ്റുക, അല്ലെങ്കിൽ ദുർമേധസ് ഉണ്ടെങ്കിൽ അത് മാറ്റുക, എക്സസൈസ് ഉണ്ടാകുക. ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആകാത്തതുകൊണ്ടാണല്ലോ അവിടെ ഇവിടെ എല്ലാം ബ്ലഡ് കട്ട പിടിക്കുന്നത്. ബ്ലഡ് എപ്പോഴും സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ്, എല്ലാ രക്തക്കൊഴലുകളിലേക്കും പൊയ്ക്കൊണ്ടിരിക്കേണ്ടതാണ്. അപ്പം നമ്മൾ കറക്റ്റായിട്ട് എക്സസൈസ് ഒക്കെ ചെയ്തില്ലെങ്കിൽ ബ്ലഡിൻ്റെ ഫ്ലോ ശരിയാകാതെ വരുന്നത് കൊണ്ടാണ് ഈ ബ്ലഡ് ക്ലോട്ട് വരുന്നത്. കാരണം അത് നമുക്കൊരു ഒരു നല്ല എക്സാമ്പിൾ ശരിക്കും പറഞ്ഞാൽ പലപ്പോഴും ഈ പലർക്കും ക്ലോട്ടിൻ്റെ ഒരു പ്രശ്നം വരാറുള്ളത് ഈ ലോങ് ഡിസ്റ്റൻസ് ഫ്ലൈറ്റ് ട്രാവൽ കഴിഞ്ഞിട്ടാണ്. നമുക്കറിയാം US അല്ലെങ്കിൽ അങ്ങനെ ലോങ് ഡിസ്റ്റൻസ്, ഇപ്പം കേരളത്തിൽ നിന്ന് US ഓൾമോസ്റ്റ് അറൗണ്ട് 20 hours ഒക്കെ വേണ്ടി വരും. അപ്പോൾ അത്രയും നേരം നമ്മൾ ഇരിക്കുകയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ പ്രൊഫൈലാക്റ്റിക് ആയിട്ട് നമ്മൾ എവിടെയാണേലും കൂടുതൽ ഇരിക്കേണ്ടി വരുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് കാലിൻ്റെ മസിൽസൊക്കെ ഒരു പമ്പ് പോലെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ നടക്കുന്നൊന്നും ഇല്ലാതിരിക്കുമ്പോൾ നമ്മളത് മൂവ് ചെയ്ത് അത് കറക്റ്റ് ചെയ്ത് എക്സസൈസ് കൊടുക്കാൻ നോക്കണം. അങ്ങനെ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ഇരിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ. അല്ലാത്തപ്പോഴാണെങ്കിൽ നമ്മൾ ബേസിക്കലി ഡെയിലി നമ്മൾ എക്സസൈസ് ചെയ്യുക. പ്രത്യേകിച്ച് ഇങ്ങനെ ഇരുന്ന് ജോലി ചെയ്യേണ്ടവരൊക്കെ ഇടയ്ക്കൊന്ന് എഴുന്നേറ്റ് അതിന് ഉള്ള ഒരു ഫോർമാറ്റഡ് എക്സസൈസ് പാറ്റേൺ എല്ലാവർക്കും ഉണ്ടാകും. പ്രത്യേകിച്ച് ഇപ്പോൾ കൂടുതൽ ഇരുന്ന് ചെയ്യേണ്ട വരുന്നുണ്ട്. പിന്നെ ഈവൻ നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ ആണെങ്കിലും ചെയ്യാവുന്ന ചില എക്സസൈസുകളുണ്ട് കാലിൻ്റെയൊക്കെ പമ്പിങ് കൂട്ടാൻ വേണ്ടി. പ്രത്യേകിച്ച് ലോങ് ഡിസ്റ്റൻസ് ഫ്ലൈറ്റൊക്കെ അതൊക്കെ നമ്മൾ കെയർ എടുക്കുക. പിന്നെ ജീവിതശൈലി കറക്റ്റ് ചെയ്ത് മരുന്ന് ഇല്ലാതെ പ്രഷറും കൊളസ്ട്രോളും ഷുഗറും ഒക്കെ കൺട്രോൾ ചെയ്യാൻ പഠിക്കുക. അപ്പോൾ അതിൽ എങ്ങനെ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എങ്ങനെയാണ് ജീവിതശൈലി കറക്റ്റ് ചെയ്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെരി സിമ്പിളായിട്ട് നമ്മളൊരു പ്രാക്ടിക്കൽ ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓവർ വെയ്റ്റ് ഉള്ളവരാണെങ്കിൽ ലീഫി വെജിറ്റബിൾസും പയറുവർഗ്ഗങ്ങളും, നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ മോഡറേറ്റ് ആയിട്ട് നോൺ വെജും ഒക്കെ എടുത്ത് കാർബോഹൈഡ്രേറ്റും ഫാറ്റുമാണ് നമ്മൾ കുറയ്ക്കേണ്ടത്. അതായത് കാലറി കണ്ടൻറ്റ് കുറച്ച് നമ്മളൊരു ഡയറ്റ് വെച്ച് നമ്മുടെ ബോഡി കറക്റ്റ് ചെയ്യാൻ നോക്കുക. അപ്പം നാച്ചുറലി എല്ലാ കാര്യങ്ങളും കറക്റ്റായി വന്നോളൂ എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മളെപ്പോഴും ഒരു ഹെൽത്തി സാധനമായിട്ട് നമ്മൾ നട്ട്സും ഈ കശുവണ്ടി, ബദാം, പിസ്റ്റയൊക്കെ കഴിക്കുന്നവരുന്നുണ്ട്. അത് ശരിക്കും ബ്ലഡ് ക്ലോട്ടിങ് മെക്കാനിസത്തിന് ഇത് ചെയ്യുന്നതാണ്. അത് ഇൻഫ്ലമേറ്ററി ആണ്. ഇത്തരം ഫുഡൊക്കെ ഇൻഫ്ലമേറ്ററി ആണ്. ആക്ച്വലി നമ്മൾ കഴിക്കുന്ന അതിനകത്തൊക്കെ ഈ omega-6 കൂടുതലുള്ള ഫുഡാണ്. മിക്കവാറും ഉള്ള വെജിറ്റബിൾ ഓയിൽസ് എല്ലാം നമ്മൾ കുക്കിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന നട്ട്സും, പ്രത്യേകിച്ച് കോക്കനട്ട് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ നട്ട്സിനകത്തും omega-6 വെരി ഹൈ ആണ്. ആക്ച്വലി നമ്മൾ ഈ ആസ്പിരിനും ഒക്കെ പോലെയുള്ള മരുന്നുകൾ, അതൊക്കെ കോക്സ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയും. ഇതെല്ലാം നമ്മുടെ omega-6 ബ്ലോക്ക് ചെയ്യാനായിട്ടാണ്. ആക്ച്വലി ഓൾമോസ്റ്റ് ഓൾ ഈ മരുന്നുകളും omega-6 ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് പ്രത്യേകിച്ച് ഈ കോക്സ് ഇൻഹിബിറ്റേഴ്സൊക്കെ ബ്ലോക്ക് ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഇത്തരം മരുന്നുകൾ കഴിക്കുന്ന, അതായത് ആസ്പിരിൻ പോലെയുള്ള മരുന്നുകൾ കഴിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ കഴിക്കുന്ന ചില മരുന്നുകളും വെരി ഇമ്പോർട്ടൻ്റ്. അതിൻ്റെ കൂടെ നമ്മൾ പെയിൻ കില്ലേഴ്സൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ബ്ലീഡിങ് വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അപ്പോൾ അതും ഓർക്കണം. അപ്പോൾ നമുക്ക് ഇത്തരം ബ്ലഡ് തിന്നേഴ്സ് കഴിക്കുന്നൊരു പെയിൻ കില്ലേഴ്സ് കഴിക്കുമ്പം അവർക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും എന്ന് ഓർക്കണം. അതുകൊണ്ട് അതും നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. അപ്പം ബേസിക്കലി നമ്മൾ വലിയ മരുന്നുകളൊന്നും കഴിക്കുന്നില്ലാത്ത ആൾക്കാണ് കുറച്ച് പ്രഷറോ കൊളസ്ട്രോളോ ഷുഗറോ ഒക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് സ്വയം മാനേജ് ചെയ്യാൻ നോക്കുക. ഇതല്ല നമ്മൾ രോഗം കുറച്ചുകൂടെ കൂടിപ്പോയി, പ്രഷറിനും കൊളസ്ട്രോളിനും എല്ലാം മരുന്ന് കഴിക്കുന്നുണ്ട്, ആസ്പിരിനും കഴിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ നമ്മളൊരു ക്ലിനിക്കൽ സപ്പോർട്ടോടു കൂടി, അപ്പോൾ സെൽഫായിട്ട് നമുക്ക് ഇത്തരം മരുന്ന് കഴിക്കുന്ന കൂടുതൽ മരുന്നുകൾ പ്രത്യേകിച്ചും കഴിക്കുന്നവർക്ക്
സെൽഫായിട്ട് നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാൻ പോയാൽ നമുക്ക് സാധിക്കുകയില്ല. കാരണം അതിനകത്ത് നോക്കി മരുന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാനും പലപ്പോഴും നമ്മൾ സെൽഫ് ഡയറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രോബ്ലം വരുന്നത് വേണ്ടത്ര ന്യൂട്രിയൻസ് കിട്ടാതെ വരും. അപ്പോൾ നമ്മളൊരു കറക്റ്റായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എന്ന് പറഞ്ഞാൽ വേണ്ട ന്യൂട്രിയൻസ് എല്ലാം കിട്ടുന്നുണ്ടെന്ന് ഉറപ്പാക്കി അതേ സമയത്ത് കാലറി കുറച്ച് ഫാറ്റും കാർബോഹൈഡ്രേറ്റും കുറച്ച് ഒപ്പം തന്നെ ഒമേഗ 3യും 6ഉം 9ഉം അത് ബോഡി ബിൽഡിംഗ് ആണ്. ഒമേഗ 3യും 6ഉം 9ഉം പ്രോട്ടീനും അതുപോലെ വൈറ്റമിൻസും മിനറൽസും ഡയറ്ററി ഫൈബറും ആവശ്യത്തിന് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പാക്കിക്കൊണ്ട് വേണം ഒരു ഡയറ്റ് ചെയ്യാൻ. അപ്പോൾ അതൊക്കെ സെൽഫ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര സിമ്പിൾ ആവില്ല. പിന്നെ അതുപോലെ എക്സസൈസ് ആണെങ്കിലും നമ്മൾ ഒത്തിരി വണ്ണമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നടക്കുക, ഓടുക ഇതൊന്നും ചെയ്തു കഴിഞ്ഞാൽ മുട്ടിന് തേയ്മാനത്തിനൊക്കെ ഉള്ള സാധ്യത കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതുപോലെ നമ്മൾ കുറച്ചുകൂടി ജെൻറ്റിലായിട്ടുള്ള എക്സസൈസും ഒക്കെ വെച്ച് ഒരു ഡയറക്ഷനോട് കൂടി ഇടയിലെ ഹെൽപ്പോട് കൂടി വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. ചുരുക്കി പറഞ്ഞാൽ രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്നുകൾ അമിത രക്തസമ്മർദ്ദം ഉള്ളവരിലും പ്രഷറിനായി മരുന്ന് കഴിക്കുന്നവരിലും രക്തസ്രാവം മൂലമുള്ള അപകട സാധ്യതകൾ പ്രത്യേകിച്ചും പക്ഷാഘാത സാധ്യത വർദ്ധിപ്പിക്കും. 2. അസിഡിറ്റിയും ആമാശയത്തിലും കുടലിലും അൾസർ സാധ്യതയും ഉള്ളവരിൽ ഇത്തരം മരുന്നുകൾ കഴിക്കുന്നത് രോഗം അധികരിക്കാനും കുടലിൽ രക്തസ്രാവത്തിനും കാരണമാകാം. 3. ആസ്പിരിനും ക്ലോപ്പിഡോഗ്രലും പോലുള്ള ആൻറ്റിപ്ലേറ്റ്ലെറ്റ് മരുന്നുകൾ നൽകുന്നത് രക്തക്കുഴലിൽ കൊഴുപ്പടിഞ്ഞ് ഉണ്ടായ മുഴകളിൽ പൊട്ടലുണ്ടായാൽ അതിൽ പ്ലേറ്റ്ലെറ്റ്, അതായത് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വെളുത്ത രക്താണുക്കൾ പറ്റിപ്പിടിക്കാതിരിക്കാനും അതുമൂലം അവിടെ രക്തക്കട്ടകൾ ഉണ്ടായി രക്തക്കുഴൽ അടയുന്നത് മൂലമുള്ള ഹാർട്ട് അറ്റാക്കും പക്ഷാഘാതവും കുറയ്ക്കാനാകും എന്ന പ്രതീക്ഷയിലാണ്. പക്ഷേ ഇത്തരം മരുന്നുകൾ രക്തസ്രാവം മൂലമുള്ള സ്ട്രോക്കിൻ്റെ സാധ്യത വർദ്ധിപ്പിക്കും. മാത്രമല്ല ഇത്തരം മരുന്നുകൾ കഴിച്ചാലും ഹാർട്ട് അറ്റാക്ക് സാധ്യതയിൽ കാര്യമായ കുറവുണ്ടാകുന്നില്ല എന്നാണ് പുതിയ പഠനങ്ങൾ കാണിക്കുന്നത്. 4. കൃത്രിമ ഹൃദയ വാൽവ്, പേസ് മേക്കർ തുടങ്ങിയ കൃത്രിമ വസ്തുക്കൾ ഹൃദയത്തിനുള്ളിൽ വെച്ചിരിക്കുന്നവർ ജീവിതകാലം മുഴുവൻ ഇത്തരം മരുന്ന് കഴിക്കേണ്ടതുണ്ട്. മരുന്ന് നിർത്തിയാൽ രക്തക്കട്ടകൾ മൂലമുള്ള പക്ഷാഘാതത്തിനും ഹൃദയാഘാതത്തിനും ഉള്ള സാധ്യതയുണ്ട്. അതിനാൽ ഇത്തരം ഓപ്പറേഷനുകൾക്ക് വിധേയരാകുന്നതിന് മുമ്പ് ഓപ്പറേഷൻ്റെ അപകട സാധ്യതകൾക്കൊപ്പം ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരുന്ന ഇത്തരം മരുന്നുകളുടെ പാർശ്വഫലങ്ങളെക്കുറിച്ച് കൂടി മനസ്സിലാക്കി വേണം തീരുമാനമെടുക്കാൻ. 5. ജീവിതശൈലി രോഗങ്ങളായ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, ഹൃദ്രോഗം തുടങ്ങിയ രോഗങ്ങളുള്ളവരിലും അതിനായി ഓപ്പറേഷന് വിധേയരായവരും ആണ് ഇത്തരം മരുന്നുകൾ സ്ഥിരമായി കഴിക്കേണ്ടി വരുന്നത്. ജീവിതശൈലി ക്രമീകരിക്കാൻ തയ്യാറായാൽ ഇത്തരം രോഗങ്ങളിൽ നിന്നും മരുന്നുകളിൽ നിന്നും മോചനം നേടാൻ കഴിയുന്നതേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞാൽ ഇത്തരം ജീവിതശൈലി രോഗങ്ങളുടെ കാരണം മനസ്സിലാക്കി അവയെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്ന് നേരത്തെ കണ്ടെത്താനും ജീവിതശൈലിയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി അതിൽ നിന്നും മോചനം നേടാൻ സഹായകമാകും. മരുന്നോ ഓപ്പറേഷനോ കൊണ്ട് ഇത്തരം ജീവിതശൈലി രോഗങ്ങൾ മാറ്റാനാകില്ല. കാരണം മരുന്നിൻ്റെയോ ഓപ്പറേഷൻ്റെയോ കുറവുകൊണ്ടല്ല ഇത്തരം രോഗങ്ങൾ ഉണ്ടാകുന്നത്, മറിച്ച് ജീവിതശൈലിയിലെ അപാകതകൾ കൊണ്ടാണ്. അതിനാൽ ജീവിതശൈലി ക്രമീകരിക്കുന്നതിലൂടെ മാത്രമേ ഇത്തരം ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്നാൽ അതിൽ നിന്നും മോചനം നേടാനും സാധിക്കും. വൃക്കരോഗം പോലുള്ള ജീവിതശൈലി രോഗങ്ങൾ കൂടി വരികയാണ്. ഒപ്പം തന്നെ ജീവിതശൈലി രോഗങ്ങൾക്കായി ഓപ്പറേഷനുകൾക്ക് വിധേയരാകേണ്ടി വരുന്ന രോഗികളുടെ എണ്ണവും കൂടി വരുന്നു. ഓപ്പറേഷന് മുമ്പ് രോഗത്തിൻ്റെ അടിസ്ഥാന കാരണം ഓപ്പറേഷൻ എന്താണ് ലക്ഷ്യമിടുന്നത്, ഓപ്പറേഷൻ സമയത്തും അതിനുശേഷവും ഉണ്ടാകാവുന്ന അപകട സാധ്യതകളും പാർശ്വഫലങ്ങളും എന്തൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ രോഗികളും ബന്ധുക്കളും മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഒപ്പം തന്നെ ഓപ്പറേഷനിലൂടെ ലഭിക്കുന്ന പ്രയോജനം, ഓപ്പറേഷൻ കൊണ്ട് രോഗം മാറുമോ, ഇനിയും രോഗമുണ്ടാകാൻ സാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും അറിയാൻ ശ്രമിക്കുക. ഇൻഷുറൻസ് പരിരക്ഷ ഉള്ളവരാണ് കൂടുതലും ഓപ്പറേഷനായി പണം ചിലവാക്കേണ്ടി വരുന്നില്ല. അതിനാൽ ശസ്ത്രക്രിയകളെ വളരെ ലാഘവത്തോടെ കാണുന്ന രീതി കൂടി വരികയാണ്. അനസ്തീസിയ സംബന്ധമായും ഓപ്പറേഷൻ സമയത്തും അതിനുശേഷവും ഉണ്ടാകാവുന്ന അപകട സാധ്യതകൾ വളരെ ചെറുതാണെങ്കിലും മരണത്തിന് പോലും ഉള്ള സാധ്യത ഉണ്ടാക്കും എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഓപ്പറേഷനായി നൽകുന്ന ഒട്ടുമിക്ക സമ്മതപത്രത്തിലും മരണം വരെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് എഴുതിയിട്ടുണ്ടാവും.
രോഗിയും ബന്ധുക്കളും ഓപ്പറേഷന് മുമ്പായി നൽകേണ്ട സമ്മതപത്രം ഓപ്പറേഷൻ ദിവസമല്ല വായിക്കേണ്ടത്, മറിച്ച് ഓപ്പറേഷന് വിധേയമാകാൻ തീരുമാനിക്കുന്നതിനും തീയതി ഫിക്സ് ചെയ്യുന്നതിനും മുമ്പ് ഒപ്പുവയ്ക്കേണ്ട സമ്മതപത്രം വായിച്ചു നോക്കി മനസ്സിലാക്കണം. ജീവിതശൈലി രോഗങ്ങൾ ഉള്ളവർക്ക്, പ്രത്യേകിച്ചും രക്തക്കൊള്ളുകളെ ബാധിക്കുന്ന രോഗങ്ങളുള്ളവർക്ക് അനസ്തീസിയുടെയും ശസ്ത്രക്രിയാ സംബന്ധമായും ഉള്ള അപകട സാധ്യതകളും പാർശ്വഫലങ്ങളും കൂടുതലാണ് എന്നതും അറിയണം. രോഗങ്ങൾ തുടക്കത്തിലേ കണ്ടെത്തുകയും അമിതവണ്ണമുണ്ടെങ്കിൽ കുറയ്ക്കാൻ ശ്രമിക്കുകയും മെറ്റബോളിസത്തിലെയും ഇമ്മ്യൂണിറ്റിയിലെയും അപാകതകൾ കണ്ടെത്തി പരിഹരിക്കാൻ ശ്രമിക്കുകയുമാണ് വേണ്ടത്. അടുത്തത്, ആരോഗ്യ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വ്യക്തിയുടെ ശാസ്ത്രീയ അടിത്തറ വിലയിരുത്തേണ്ടതുണ്ട് എന്നതാണ്. ഞാൻ ഡോക്ടർ ജോളി തോംസൺ 1981 ബാച്ചിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും MBBSഉം തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും MDയും റീപ്രൊഡക്റ്റീവ് മെഡിസിനിലും സർജറിയിലും സ്പെഷ്യൽ ട്രെയിനിങ്ങുകൾക്ക് ശേഷം ഗവൺമെൻറ് സർവീസിൽ ചേർന്നു. 97-ൽ റിസൈൻ ചെയ്ത ശേഷം എറണാകുളത്ത് തേവരയിൽ ലൈഫ് കെയർ സെൻ്ററിൽ മരുന്നുകളും ശസ്ത്രക്രിയകളും ഒഴിവാക്കി ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ തടയുന്നതിനും ചികിത്സിച്ചു മാറ്റുന്നതിനും ഊന്നൽ നൽകുന്നു. മോഡേൺ മെഡിസിനിൽ ഉപയോഗിക്കുന്ന മരുന്നുകളും ഓപ്പറേഷനുകളും ഫിസിയോതെറാപ്പിയും ഇമ്മ്യൂണിറ്റിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തി. ഈ പഠനങ്ങളുടെ വെളിച്ചത്തിൽ ഇമ്മ്യൂണിറ്റിയെ ഉത്തേജിപ്പിക്കാനുള്ള പോഷക മിശ്രിതങ്ങളും ഓക്സിഫ്ലെക്സ് എന്ന പ്രത്യേക വ്യായാമ രീതിയും ഡെവലപ്പ് ചെയ്തു. ഈ പോഷക മിശ്രിതങ്ങളുടെയും ഓക്സിഫ്ലെക്സ് വ്യായാമത്തിൻ്റെയും സഹായത്തോടെ കോശങ്ങളെ ശാക്തീകരിച്ച് രോഗമുക്തിയെ സഹായിക്കാനും ആരോഗ്യം ഉത്തമമാക്കാനും നിലനിർത്താനും സഹായിക്കുന്ന സെൽ ആക്ടിവേഷൻ എന്ന നൂതന ചികിത്സാ രീതിയും ഡെവലപ്പ് ചെയ്തു. അടുത്തതായി, എന്താണ് ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ആൻഡ് സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണം എന്നതാണ്. ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ ശരീരഘടനയും ശരീരത്തിലെ കൊഴുപ്പിൻ്റെ അളവും കണ്ടെത്തുകയും ഒപ്പം തന്നെ ഉത്തമ ശരീരഘടന എന്തായിരിക്കണമെന്ന് കണ്ടെത്തുകയുമാണ് ആദ്യഘട്ടം. രണ്ടാമതായി, രക്തപരിശോധനകൾ നടത്തി ഹൃദയം, രക്തക്കുഴലുകൾ, ലിവർ, കിഡ്നി തുടങ്ങിയ അവയവങ്ങളുടെ ആരോഗ്യസ്ഥിതിയും ഇമ്മ്യൂൺ സ്റ്റാറ്റസും ഹോർമോണുകളുടെയും പോഷകങ്ങളുടെയും ലെവലും ശരീരത്തിന് ചേരുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയുമാണ്. മൂന്നാമതായി, ഉത്തമ ശരീരഘടനയിൽ എത്താനായി വേണ്ട ജീവിതശൈലി ക്രമീകരണങ്ങളാണ്. രോഗിയുടെ പ്രത്യേകതകൾ അനുസരിച്ച് ഉത്തമ ന്യൂട്രീഷനും വ്യായാമവും നൽകുന്നതിനൊപ്പം ശരീരത്തിലെത്തുന്ന വിഷാംശം കുറയ്ക്കാനുമാണ് ഇത് ശ്രമിക്കുന്നത്. ശരീരകോശങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഉത്തമമായ സാഹചര്യം ഒരുക്കുന്നതിലൂടെ ജീവനാധാരമായ മെറ്റബോളിക് അഥവാ രാസപ്രവർത്തനങ്ങളുടെ സമതുലിതാവസ്ഥ വീണ്ടെടുക്കുകയും നിലനിർത്തുകയുമാണ് ലക്ഷ്യം. ജീവിതശൈലി ക്രമീകരണത്തിലൂടെ രക്തയോട്ടവും മെറ്റബോളിക് പ്രവർത്തനങ്ങളും ഹോർമോൺ ബാലൻസും ഇമ്മ്യൂണിറ്റിയും ശരീരഘടനയും ഉത്തമമാക്കാനും നിലനിർത്താനും കഴിഞ്ഞാൽ ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളെയും പ്രതിരോധിക്കാനാവും. മാത്രമല്ല, വർഷങ്ങളായി മരുന്ന് കഴിക്കുന്നവർക്ക് പോലും രോഗം മൂർച്ഛിച്ച് അവയവങ്ങൾ തീരെ നശിക്കുന്നതിന് മുൻപെങ്കിലും കേടായ ശരീരകോശങ്ങളുടെ പുനർനിർമ്മിതിക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകാനും വിഷാംശം ശരീരത്തിലെത്തുന്നത് തടയാനും ശരീരകോശങ്ങളെയെല്ലാം ഉത്തേജിപ്പിക്കാൻ ഉതകുന്ന വ്യായാമത്തിലൂടെ എല്ലാ ശരീരകോശങ്ങൾക്കും വേണ്ട രക്തയോട്ടം ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കാനും വേണ്ട ജീവിതശൈലി ക്രമീകരണത്തിന് തയ്യാറായാൽ പ്രമേഹവും പ്രഷറും ഹൃദ്രോഗവും അലർജിയും ആസ്മയും ആർത്രൈറ്റിസും ക്യാൻസറും പോലുള്ള ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും അവയ്ക്കായി കഴിക്കുന്ന മരുന്നുകളിൽ നിന്നും വേണ്ടി വരാവുന്ന ഓപ്പറേഷനുകളിൽ നിന്നും ഒക്കെ മോചനം നേടാനും കഴിയുന്നതേ ഉള്ളൂ. നെക്സ്റ്റ്, ഇത്തരം മരുന്നുകൾ കഴിക്കുന്ന, അതായത് ഈ ആസ്പിരിന്, ക്ലോപ്പിഡോഗ്രൽ, വാർഫാറിൻ, പാക്സിബൻ, ഇത്തരമൊക്കെ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന പേഷ്യൻസിന് ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണങ്ങളുടെ എന്ത് ബെനിഫിറ്റാണ് വരാവുന്നതെന്നുള്ളതാണ്. ബേസിക്കലി ഈ ക്ലോപ്പിലെറ്റും അല്ലെങ്കിൽ ആസ്പിരിനും ഒക്കെ കഴിക്കുന്നത് മിക്കവാറും ചിലർ ഓൾറെഡി സ്റ്റെൻറ്റ് ഇട്ടിട്ടുള്ളവരായിരിക്കും, അല്ലെങ്കിൽ ബൈപ്പാസ് ചെയ്തിട്ടുള്ളവരായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും ഹാർട്ട് പ്രഷറോ ഷുഗറോ ഒക്കെ ഉള്ളപ്പം ഒരു പ്രൊഫിലാക്റ്റിക് ആയിട്ട് കൊടുത്തിരിക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ എന്തിനാണോ ഇട്ടിരിക്കുന്നത് ആ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യുക എന്നുള്ളതിനായിരിക്കും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇപ്പോൾ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ ഇപ്പം മിക്കവാറും ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനായിട്ട് വരുന്ന പേഷ്യൻറ്റ് മിക്കവാറും ഡയബറ്റീസ് കാണും, ഹൈപ്പർ ടെൻഷൻ കാണും, കൊളസ്ട്രോൾ കാണും, പിന്നെ അതിനോട് മിക്കവാറും ഫാറ്റി ലിവർ, യൂറിക് ആസിഡ് കൂടുതൽ, മിക്കവാറും കിഡ്നി ഫങ്ഷനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പം ചിലപ്പം അവർ TMT പോസിറ്റീവ് ആകുമ്പോൾ 5 ഗ്രാം ചെയ്യണമെന്ന് പറയും, അപ്പം ആയിരിക്കും വരുന്നത്. അല്ലെങ്കിൽ
ആൻജിയോഗ്രാം ചെയ്തു. അതിനകത്ത് ഒരു സ്റ്റെൻറ്റ് ഇട്ടു. ഇനിയും 2 3 സ്റ്റെൻറ്റും കൂടെ ഇടണം. അല്ലെങ്കിൽ ഇനിയല്ല സ്റ്റെൻറ്റ് ഇടാൻ പറ്റില്ല, ബൈപ്പാസ് ചെയ്യണം. ഇങ്ങനെ വരുന്ന പേഷ്യൻസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ കാണാറുള്ളത്. അപ്പം ബൈപ്പാസ് ഒഴിവാക്കാനായിട്ട്. പിന്നെ വേറൊരു ഗ്രൂപ്പുണ്ട്. കുറേ പല പ്രാവശ്യം സ്റ്റെൻറ്റ് ഇട്ടിട്ടുണ്ട്. 3 4 സ്റ്റെൻറ്റും ഉണ്ട്. പിന്നെ ബൈപ്പാസും ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇപ്പോഴും വീണ്ടും പ്രോബ്ലമാണ്. ഇനി ഒന്നും ചെയ്യാനില്ല. പലപ്പോഴും ഒരു ബേസിക് ആക്ടിവിറ്റി നമ്മുടെ സ്വന്തം നിലയിൽ കുളിക്കുക, അത്യാവശ്യം നടക്കാൻ പോലും പറ്റാതെ എൻജൈനയുടെ ഒരു സിവിയർ ഫോം ഓഫ് എൻജൈന ഉള്ളവർ പോലും വരാറുണ്ടെന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയുള്ള ഏത് ടൈപ്പ് പേഷ്യൻ്റ് ആണെങ്കിലും ഈ ഹാർട്ടിൻ്റെ പമ്പിങ് ചിലരുണ്ട്, ഹാർട്ടിൻ്റെ പമ്പിങ് കുറഞ്ഞു, അല്ലെങ്കിൽ ഇറഗുലർ ഹാർട്ട് ബീറ്റാണ്. ഫിസിയോളജിക്കൽ ചിലപ്പം ഒരു ഈ റേഡിയോ അബ്ലേഷൻ പോലെയുള്ള ഇങ്ങനെ ഈ ഇറഗുലർ ഹാർട്ട് ബീറ്റ്സിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ഇലക്ട്രോ ഫിസിയോളജി കാർഡിയാക് ഓപ്പറേഷൻസ് ഉണ്ട്. അത് നമ്മൾ മിനിമലി ഇൻവേസീവായിട്ട് ചെയ്യുന്നതാണ്. ഇത്ര ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇറഗുലർ ഹാർട്ട് ബീറ്റ്സിന് വേണ്ടിയിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഗ്രൂപ്പിലുള്ളവരും വരാറുണ്ട്. ബേസിക്കലി നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ടൈപ്പ് 2 ഡയബറ്റീസ്, യൂഷ്വലി ഇവരെല്ലാം ടൈപ്പ് 2 ഡയബറ്റീസ് പേഷ്യൻ്റ് ആയിരിക്കും. ടൈപ്പ് 2 ഡയബറ്റീസിൻ്റെ മരുന്നുകളെല്ലാം നമുക്ക് ഇൻസുലിനും ഡയബറ്റിക് മെഡിസിനും എല്ലാം നമുക്ക് തുടങ്ങുമ്പോൾ തന്നെ നിർത്താൻ പറ്റും. കാരണം അവരുടെ ബോഡിയിൽ ആവശ്യത്തിന് ഇൻസുലിൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഡയറ്റും എക്സസൈസും കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫാസ്റ്ററായിട്ട് തന്നെ ഷുഗർ നോർമൽ ആയിക്കുള്ളൂ. യൂഷ്വലി പേഷ്യൻ്റ് കറക്റ്റായിട്ട് ചെയ്യുന്നവരാണ് വിതിൻ 24 to 48 hours ഷുഗർ നോർമൽ ആയിട്ടുണ്ടാവും മരുന്നില്ലാതെ. പിന്നെ 3 4 ഡയബറ്റിക് മെഡിസിനും 2 3 നേരം ഇൻസുലിനും എടുത്തുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിലും നോർമൽ ആകുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. പിന്നെ ഹാർട്ടിൻ്റെ ഈ ക്ലോപ്പിഡോഗ്രിലും അല്ലെങ്കിൽ ആസ്പിരിനും ഒക്കെ നിർത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കാർഡിയാക് മാർക്കേഴ്സ് നോക്കിയ അപ്പോഴേക്കും കൊളസ്ട്രോളിൻ്റെ മരുന്നും ഇവർക്കെല്ലാം ഉണ്ടാകും. അപ്പോൾ കൊളസ്ട്രോളിൻ്റെ മിക്കവാറും മരുന്ന് നല്ല ഡോസ് കഴിക്കുന്നുണ്ട്, കൊളസ്ട്രോൾ മിക്കവാറും നോർമലായിരിക്കും. ഇല്ലെങ്കിൽ മരുന്ന് കഴിച്ചിട്ടും ഹൈ ആയിട്ട് നിൽക്കുന്നവരായിരിക്കും. മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ എല്ലാം തന്നെ ട്രൈഗ്ലിസറൈഡ് കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഡയറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ മിക്കവാറും ഒരാഴ്ച കൊണ്ട് തന്നെ ട്രൈഗ്ലിസറൈഡ് മിക്കവാറും നോർമലാവും, കൊളസ്ട്രോളും കുറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ഇപ്പം 40 മില്ലിഗ്രാമും 80 മില്ലിഗ്രാമും ഒക്കെ സ്റ്റാറ്റിൻസ് കഴിക്കുന്നവരും അതിൻ്റെ കൂടെ ഫെനോഫൈബ്രേറ്റ് പോലെയുള്ള വേറെ മരുന്നുകൾ കഴിക്കുന്നവരൊക്കെ കാണാറുണ്ട്. ഇതെല്ലാം മിക്കവാറും നമുക്ക് ഒരു മാസത്തിനുള്ളിൽ കുറച്ചുകൂടെ മരുന്നേ ഉള്ളെങ്കിൽ 1 2 ആഴ്ചയ്ക്കുള്ളിൽ, അല്ലെങ്കിൽ മിക്കവാറും ഒരു മാസത്തിനുള്ളിൽ ഈ കൊളസ്ട്രോളിൻ്റെ മരുന്നെല്ലാം കുറച്ചുകൊണ്ട് ഒന്ന് നിർത്താൻ പറ്റും. പിന്നെ ബി പിയുടേതാണെങ്കിലും ചിലർ 4 5 മരുന്നായിരിക്കും ബി പിക്ക് വേണ്ടിയും കഴിക്കുന്നത്. അപ്പം ബി പിയുടേതാണെങ്കിലും നമ്മൾ ഈ ഡയറ്റും എക്സസൈസിലേക്കും വന്നു കഴിയുമ്പം ബി പി കുറയാൻ തുടങ്ങും. അപ്പം ബി പി വീട്ടിലിരുന്ന് തന്നെ മോണിറ്റർ ചെയ്തുകൊണ്ട് നമ്മൾ ഓവർ ദ ഫോൺ ആക്ച്വലി ടെലിമെഡിസിൻ ആയിട്ടാണ് മരുന്നിൻ്റെ ഇങ്ങനത്തെ, പ്രത്യേകിച്ച് ബി പിയുടേത് നമ്മൾ കുറച്ചില്ലെങ്കിൽ ചിലപ്പോൾ തലകറക്കമൊക്കെ വരും. അപ്പം ഡയറ്റ് കറക്റ്റായി നമുക്ക് അസുഖമില്ലാത്തൊരു മരുന്ന് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും പ്രോബ്ലം ഉണ്ടല്ലോ. അപ്പം ബി പി കുറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നാലും കൊള്ളില്ല. അപ്പോൾ അത് നമ്മൾ നോക്കിയിട്ട് ഇതിൻ്റെ മന്ത് കറക്റ്റായിട്ട് നോക്കുന്ന പേഷ്യൻ്റാണ് വിതിൻ എ മന്ത് 3 4 ബി പി മരുന്നുണ്ടെങ്കിൽ അത് നിർത്തിക്കൊണ്ടുവരാൻ പറ്റുന്നതാണ്. പിന്നെ ക്ലോപ്പിഡോഗ്രിലും ഈ ബ്ലഡ് തിന്നേഴ്സ് നിർത്തുന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ അതിൻ്റെ ഈ കാര്യം കൊളസ്ട്രോളും ഇതും കൺട്രോൾ ആകുന്നതനുസരിച്ചും, അതുപോലെ തന്നെ കാർഡിയാക് മാർക്കേഴ്സ് നമ്മളിപ്പോൾ ട്രോപ്പോണിനൊക്കെ കൂടുതൽ നിൽക്കുകയാണെങ്കിൽ അത് നോർമലായിട്ട് നമുക്ക് ഇത് നിർത്താൻ പറ്റുള്ളൂ. കാരണം ട്രോപ്പോണിൻ കൂടി നിൽക്കുമ്പോൾ, അതുപോലെ തന്നെ HSCRP, അത് നമ്മുടെ രക്തക്കുഴലുകൾക്ക് ഇൻഫ്ലമേഷൻ ഉണ്ടെന്നുള്ളതാണ്. HSCRP ഒക്കെ നോർമൽ എത്തിക്കഴിയുമ്പോഴേക്കും നമ്മൾ ഈ മരുന്ന് കുറച്ചുകൊണ്ട് വന്ന് നിർത്താമെന്നുള്ളതാണ്. കാരണം രക്തക്കുഴലുകൾക്കുള്ളിൽ ഒരു ഇൻഫ്ലമേഷനൊക്കെ നിൽക്കുമ്പോൾ അതിൻ്റെ അർത്ഥം അവിടെ ക്ലോട്ട് ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ പ്ലാക്ക് ടെസ്റ്റ് പോസിറ്റീവായിട്ട് നിൽക്കുകയാണെങ്കിൽ, അതായത് പ്ലാക്കിന് ആക്ടിവിറ്റി ഉണ്ട് അവിടെ, അതിൽ നിന്ന് ലീക്ക് വരാനോ അല്ലെങ്കിൽ അവിടെ ക്ലോട്ട് ഉണ്ടാകാനോ സാധ്യത കൂടുതലുണ്ടെന്നുള്ളതാണ്. അപ്പം ഇതൊക്കെ നോർമലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ മരുന്ന് മറ്റേ ക്ലോപ്പിഡോഗ്രിലും എക്കോസ്പിരിനും ഒക്കെ നിർത്താവുന്നതേ ഉള്ളൂ. അപ്പം ബേസിക്കലി നമുക്ക് ശരിക്കും പേഷ്യൻസിന് ഫുൾ ബെനിഫിറ്റ്, അതായത് ഹീലിംഗ് പ്രോപ്പറായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഈ മരുന്നുകളെല്ലാം നിർത്തണം എന്നുള്ളത്. അതുകൊണ്ടും കൂടെയാണ് മരുന്നിന് നിർത്താൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കാരണം ഈ മരുന്നുകളെല്ലാം ഈ ഇൻഫ്ലമേഷനെ ബ്ലോക്ക് ചെയ്യുന്ന പോലെ തന്നെ ഹീലിംഗ് ആക്ടിവിറ്റീസിനെ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ഈ ആസ്പിരിനൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന പേഷ്യൻസിന് നമ്മൾ എല്ലാ ന്യൂട്രീഷനും കൊടുത്ത് എക്സസൈസും ചെയ്താലും അവിടെ രക്തക്കൊഴലുകളൊക്കെ എന്തെങ്കിലുമൊക്കെ റിപ്പയർ ചെയ്യാനും, രക്തക്കൊഴലുകളെന്ന് മാത്രമല്ല അവർക്ക് മറ്റുള്ള അസുഖങ്ങളും കാണും, ആർത്രൈറ്റിസ് കാണും, തൈറോയിഡൈറ്റിസ് കാണും, സോ മെനി പ്രോബ്ലംസ് കാണും. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ഈ ഡാമേജ്ഡ് ആയ സെൽസിനെ മാറ്റി പുതിയതുണ്ടാക്കണം. അപ്പോൾ അതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത്, നമ്മൾ ന്യൂട്രീഷനാണ് അത് വേണ്ടത്. എക്സസൈസും ന്യൂട്രീഷനും വന്ന്
ന്യൂട്രീഷൻ എല്ലാ സെല്ലിലും എത്തുക എന്നുള്ളതാണ്. പക്ഷെ അതിൻ്റെ കൂടെ ഇങ്ങനെ ഈ നമ്മളുടെ മെറ്റബോളിസത്തെ ബ്ലോക്ക് ചെയ്യുന്ന മരുന്നുകൾ ഇല്ലാതെയും കൂടി ഇരിക്കണം. ഈവൻ കൊളസ്ട്രോളിൻ്റെ മരുന്ന് ഹൈയായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ പുതിയ സെൽസൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അതിന് കൊളസ്ട്രോൾ ആവശ്യമാണ്. അപ്പോൾ കൊളസ്ട്രോളിനെ അങ്ങ് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബോഡിക്ക് നമ്മളെ റിപ്പയർ വർക്ക് പോസിബിൾ അല്ലാതാവും. നമുക്കറിയാമല്ലോ, നമുക്ക് വീടിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ റിപ്പയർ വർക്ക് നടക്കുമ്പം അവിടെ നമുക്ക് മണലും സിമെൻറ്റും ഒക്കെ വേണമെങ്കിൽ മണലുണ്ട് സിമെൻ്റ് ഇല്ലെങ്കിൽ കാര്യമില്ലല്ലോ. അല്ല, സിമെൻ്റ് ഉണ്ട് മണൽ ക്വാളിറ്റി ഇല്ലാത്തതാണെങ്കിൽ കാര്യമില്ല. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ എല്ലാ ന്യൂട്രീഷനും കൊടുത്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഇപ്പം അതൊരു പോയിസൺ പോലെയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ മരുന്നുകളെല്ലാം നമ്മുടെ ബോഡി കാണുന്ന ഒരു പോയിസൺ പോലെയാണ്. ഇപ്പം നമുക്കറിയാം, ഈ ബിൽഡിംഗ് കൺസ്ട്രക്ഷനിലൊക്കെ ഇപ്പം ഉപ്പ് ചേർന്ന മണലാണെങ്കിൽ അത് ഡാമേജ് വരും. അപ്പം ബിൽഡിംഗ് തന്നെ, കൺസ്ട്രക്ഷൻ തന്നെ തെറ്റിപ്പോവും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞതുപോലെയാണ് ഇത് വരുന്നത്. ഇപ്പം നമ്മൾ പ്ലേറ്റ്ലെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേറ്റ്ലെറ്റിനെ ബ്ലോക്ക് ചെയ്യാനുള്ള മരുന്നാണല്ലോ. അപ്പോൾ പ്ലേറ്റ്ലെറ്റിൻ്റെ ആ ക്ലോട്ടിങ് മെക്കാനിസത്തെ ബ്ലോക്ക് ചെയ്യാനുള്ള മരുന്നാണ്. അപ്പോൾ അതുപോലെ തന്നെ പല മെക്കാനിസങ്ങളെ അത് ബ്ലോക്ക് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ നമുക്കറിയാതെ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം മരുന്നുകളും കൂടി നിർത്തേണ്ടത് ആവശ്യം. എന്നാൽ മാത്രമേ നമ്മുടെ ബോഡിയുടെ ഒരു റിപ്പയർ പോസിബിലിറ്റി കറക്റ്റ് ആവുള്ളൂ. അതുപോലെ ഈവൻ നമ്മളിപ്പം ഈ സ്റ്റെൻറ്റ് ഇട്ടവരോ അല്ലെങ്കിൽ അല്ലാത്ത സ്റ്റെൻറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് 1 ഇയർ കഴിഞ്ഞിട്ട് അത് നിർത്തിക്കൊണ്ട് വരാറുള്ളൂ. ഒരു 6 to 9 മന്ത്സ് ആകുമ്പോൾ വേണമെങ്കിൽ ഒരെണ്ണത്തിലേക്ക് ആസ്പിരിനും ക്ലോപ്പിഡോഗ്രലും ഉണ്ടെങ്കിൽ ഒരെണ്ണത്തിലേക്ക് കുറയ്ക്കാം. ബാക്കി എല്ലാ പാരാമീറ്റേഴ്സും കറക്റ്റാണ്. എന്നാലും ഇതിൽ ഒരെണ്ണമെങ്കിലും 1 ഇയർ വരെ കഴിക്കണം. പക്ഷേ പേസ് മേക്കർ വെച്ചിട്ടുള്ളവരോ വാൽവ് റീപ്ലേസ്മെൻറ്റ് ചെയ്തിട്ടുള്ളവരോ ഒക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ലൈഫ് ലോങ് അതെടുത്തേ പറ്റുള്ളൂ. അത് നിർത്താൻ പറ്റില്ല. അതേസമയത്ത് ജസ്റ്റ് ഏട്രിയൽ ഫിബ്രിലേഷന് വേണ്ടിയിട്ടുള്ള ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഏട്രിയൽ ഫിബ്രിലേഷൻ വന്ന് ഇതെല്ലാം കറക്റ്റായി ഇടയ്ക്കിടയ്ക്ക് ECG എടുത്ത് നോക്കി ECGയിൽ ഒരു പ്രോബ്ലവും ഇല്ല, ബാക്കിയുള്ള കാർഡിയാക് പാരാമീറ്റേഴ്സും എല്ലാം നോർമലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മരുന്നും പതുക്കെ കുറച്ച് നിർത്തുന്നതിന് കുഴപ്പമില്ല. പിന്നെ ഉള്ളത് ഈ ചിലർക്കുണ്ട് അതുപോലെ വെരിക്കോസ് വെയിൻ്റെ കാര്യത്തിലാണേലും വെരിക്കോസ് വെയിൻ്റെ കാര്യത്തിൽ ആരും യൂഷ്വലി ക്ലോട്ടിങ് ആൻറ്റി ബ്ലത്തിനേഴ്സ് കഴിക്കാറില്ല. പക്ഷെ ഒരു ആൻറ്റി ഫോസ്ഫോലൈപ്പിഡ് സിൻഡ്രോം എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട്. അതിൽ നമ്മൾ നിർത്തുന്നതും വളരെ സൂക്ഷിച്ച് വേണം. കാരണം ലൈഫ് സ്റ്റൈൽ കറക്റ്റായിട്ട് പേഷ്യൻ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് ഉറപ്പിച്ചാൽ മാത്രമേ ഒരു 3 to 6 മന്ത്സ് അവർ, കാരണം പറ്റുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പലപ്പോഴും ലക്ഷണമൊക്കെ മാറി ആശ്വാസം കിട്ടിക്കഴിയുമ്പം ലൈഫ് സ്റ്റൈൽ തെറ്റിക്കും. തെറ്റിയ ഫുഡൊക്കെ എടുത്ത് കഴിക്കും. അതായത് പ്രത്യേകിച്ച് ഓട്ടോഇമ്മ്യൂൺ ഡിസീസ്, ഈ ആൻറ്റി ഫോസ്ഫോലൈപ്പിഡ് സിൻഡ്രോം വന്നിട്ട് ബ്ലഡ് കട്ടയാകുന്ന ഒരു കണ്ടീഷനുണ്ട്. അതിൽ നമുക്ക് ഈ ക്ലിനിക്കലി സപ്പോർട്ട് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ഫാസ്റ്റായിട്ട് തന്നെ സിംറ്റമാറ്റിക് റിലീഫ് കിട്ടും. അതായത് നമ്മുടെ അസ്വസ്ഥതയൊക്കെ വേഗം പോകും. പക്ഷേ പേഷ്യൻ്റ് നമ്മൾ പറയുന്നത് പോലെ കറക്റ്റായിട്ട് ചെയ്തില്ല, അവർ തെറ്റിയ ഫുഡ് കഴിച്ചു. ഫോർ എക്സാമ്പിൾ എഗ്ഗ് കഴിക്കരുത്, എഗ്ഗ് അലർജിയാണ്. ഇതൊക്കെ എല്ലാം മാറിയല്ലോ. ഇനിയിപ്പം ചില പേഷ്യൻസ് അങ്ങനെ സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് നമ്മൾ യൂഷ്വലി അത്തരം പേഷ്യൻസ് കറക്റ്റായിട്ട് സ്റ്റേബിളായിട്ട് മാനേജ് ചെയ്യുന്നു എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം അതും പേഷ്യൻറ്റിനോട് പ്രത്യേകിച്ച് റിസ്ക്, അവർ തെറ്റിച്ചാൽ ഇത് ബ്ലഡ് ക്ലോട്ടിങ് സാധ്യത കൂടും എന്നുള്ളതൊക്കെ പറഞ്ഞ് കുറച്ചും കൂടെ ഇതായിട്ട് മാത്രമേ അത് നിർത്താൻ പറ്റുള്ളൂ. കാരണം പേഷ്യൻറ്റും കൂടെ കോൺഫിഡൻ്റ് ആണ് അവർ പറയുന്ന പോലെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യുമെന്ന്. അല്ലെങ്കിൽ ഇത്തരം ഈ ഫോസ്ഫോലൈപ്പിഡ് സിൻഡ്രോമിലൊക്കെ പ്രോബ്ലംസ് വരാൻ. പക്ഷേ അവർക്കും ഉണ്ട് ഈ ഇതിനും ഇങ്ങനെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് അതിൻ്റെ റിസ്ക്കും ഉണ്ട്. അപ്പോൾ ശരിക്കും അത് മനസ്സിലാക്കിയ വേണം അങ്ങനെയുള്ളവരെ നിർത്താനായിട്ട്. പക്ഷേ ബാക്കി ഹാർട്ട് പേഷ്യൻസിൻ്റെയൊക്കെ കുറച്ചും കൂടെ നമുക്ക് ഈസി ആയിട്ട് വിതിൻ എ മന്ത് തന്നെ നമുക്ക് നിർത്തിക്കൊണ്ട് വരാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ട് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം, നമുക്ക് ഡയബറ്റീസ് മാറും, നമുക്ക് HbA1c ശരിക്കും 5.5 വരുത്തണമെന്നുള്ളതാണ് നമ്മൾ എയിം ചെയ്യുന്നത്. അത് ഒരു 3 to 6 മന്ത്സ് കൊണ്ട് എവിടെയാണ് തുടങ്ങിയതെന്നനുസരിച്ചും പേഷ്യൻ്റ് എത്ര കറക്റ്റായിട്ട് ചെയ്യുന്നതെന്നനുസരിച്ചും അത് കറക്റ്റാകും. BP വിതിൻ മന്ത് നമുക്ക് മരുന്നുകളൊക്കെ മാറ്റി മിക്കവാറും എല്ലാ പാരാമീറ്റേഴ്സും തന്നെ കറക്റ്റ് ആവുന്നേ ഉള്ളൂ. അപ്പം ഒരേ സമയം തന്നെ നമ്മൾ മൾട്ടിപ്പിൾ രോഗങ്ങളിൽ നിന്നാണ് മാറുന്നത്. ഈവൻ ഒബേസിറ്റിയോ അല്ലെങ്കിൽ ഓവർ വെയിറ്റ് ഉള്ളവർക്കാണെങ്കിൽ ഒരു 3 മാസം കൊണ്ട് തന്നെ കറക്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു 20% വെയിറ്റ് റിഡക്ഷൻ പറ്റും. ഇപ്പോൾ 100 kg ഉള്ള ആൾക്ക് കറക്റ്റായിട്ട് നോക്കിയാൽ 3 മാസം കൊണ്ട് 80 വരാൻ പറ്റും. പിന്നത്തെ ഒരു 3 മാസം കൊണ്ട് 70 താഴെ. അപ്പോഴേക്കും മിക്കവാറും അത്രയൊക്കെ ആയിരിക്കും. പലരും കാണാറുണ്ട് 10-40 കിലോ ഒക്കെ ഓവർ വെയിറ്റ് ആയിട്ടിരിക്കുന്നവർ. അപ്പം പ്രൊവൈഡഡ് പേഷ്യൻ്റ് കറക്റ്റായിട്ട് നോക്കിയാൽ റിസൾട്ട് ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ നോക്കണം. അതുപോലെ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും പേഷ്യൻ്റ് റെസ്പോൺസിബിലിറ്റിയാണ്. ഒൺലി തിങ്
നമ്മൾ ചലഞ്ച് ഏറ്റെടുക്കാൻ വില്ലിങ് ആണോ, നമ്മുടെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാൻ വില്ലിങ് ആണോ എന്നുള്ളതാണ്. പിന്നെ 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 ഇത് എല്ലാം ബെനിഫിഷ്യലാണ്. അപ്പോൾ ഒന്നുമില്ലേ, ഒരു പ്രശ്നമില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാനുള്ളതും ഫുഡ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു വില്ലിങ്നെസ്. രണ്ടാമത്തത്, നമ്മൾ പലപ്പോഴും എല്ലാവർക്കും ഇൻഷുറൻസ് ഉണ്ടാവുമല്ലോ. അപ്പം ഇത് ലൈഫ് സ്റ്റൈൽ കറക്ഷനാണ്. അപ്പോൾ നമുക്കൊരു ബൈപ്പാസ് ചെയ്യാൻ നമുക്ക് ഇൻഷുറൻസ് പേയ്മെൻറ്റ് കിട്ടും. പക്ഷേ ഇതിന് നമുക്ക് ആ പേയ്മെൻറ്റ് വരികയില്ല. അതായത് നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ പൈസ ഇടേണ്ടി വരും. കാരണം ഇപ്പം നമുക്കൊരു ഇൻഷുറൻസ് കമ്പനീസും ലൈഫ് സ്റ്റൈൽ കറക്ഷന് വേണ്ടിയിട്ട് നമ്മൾ റീഇംബേഴ്സിബിൾ അല്ല എന്നുള്ളതാണ്. പിന്നെ ചില ഇപ്പോൾ ഗവൺമെൻറ് ജോലി ചിലതിലൊക്കെ ഉള്ളവർക്കൊക്കെ അതുപോലെ ചില കമ്പനീസൊക്കെ റീഇംബേഴ്സ് കൊടുക്കാറുണ്ട്. പക്ഷേ ജനറലി ഇൻഷുറൻസ് ഒന്നും റീഇംബേഴ്സിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ടെംപ്റ്റേഷൻ ഉണ്ടാവും. പിന്നെ നമ്മൾ എഫേർട്ട് എടുക്കുക. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിലെല്ലാം നമ്മളുടെ ബോഡി കറക്റ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പം 100 കിലോ ഉള്ള ആൾ 80 കിലോ ആകുമ്പോഴേക്കും, അല്ലെങ്കിൽ 90 കിലോ ആകുമ്പോൾ തന്നെ ആൾക്കാർ പറയും, അയ്യോ എന്താ ക്ഷീണിച്ചു പോയെന്ന് ചോദിക്കും. അപ്പം പിന്നെ അവർക്ക് പിന്നെ ഒരു ബ്ലോക്കാവും. അതുപോലെ വീട്ടുകാർ കാരണം എല്ലാവർക്കും ആ മനസ്സിൽ ഓരോരുത്തരെ കുറിച്ചുള്ള ഫിഗർ ഉണ്ടല്ലോ, അതിൽ വ്യത്യാസം വരുമ്പോൾ പലർക്കും അതൊരു തടസ്സമായിട്ട് വരും. അത് നമ്മൾ മനസ്സിലാക്കി. ഇപ്പം നമുക്ക് ഈ ക്ലിനിക്കലി സപ്പോർട്ട് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എടുക്കാൻ തീരുമാനിക്കുന്നവർ ആദ്യം നമ്മൾ അവരവരെങ്ങനെയായിരുന്നു, അവർ ഐഡിയലി എങ്ങനെ ഇരിക്കേണ്ടവരാണ്, അവർക്ക് എത്രയാണ് ഐഡിയൽ വെയിറ്റ് വരേണ്ടതെന്ന് മനസ്സിലാക്കി അതിലോടെത്താനും. പക്ഷെ അത് പലപ്പോഴും നമ്മളെ 100 കിലോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്ക് ശരിക്കും അവർക്ക് 60 കിലോയാണ് ഐഡിയലെങ്കിൽ, അല്ല 65 കിലോയിലേക്ക് വരുന്നത് ഇനിഷ്യലി ആക്സെപ്റ്റബിൾ ആയിരിക്കുകയില്ല. അത് നമ്മൾ മെൻ്റലി അത് കറക്റ്റ് ചെയ്ത്, ഞാൻ എന്തായാലും 65 കിലോ എത്തിക്കാനാണ് തീരുമാനിക്കുക, 70 കിലോ താഴെ എത്തിച്ചേ എനിക്ക് പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ കൂടെയുള്ളവരെയും ഫ്രണ്ട്സിനെയും ബന്ധുക്കളെയും കൂടെ ഒന്ന് സ്വയം തയ്യാറെടുക്കണം, അവരെയും കൂടെ തയ്യാറെടുപ്പിക്കേണ്ടതും കൂടെ ഒരാവശ്യമാണ്. അല്ലെങ്കിൽ നമുക്ക് ബ്ലോക്കായി പോകും. കാരണം വെയിറ്റ് കുറയ്ക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബോഡിയിലുള്ള എക്സസ് കൊഴുപ്പിനെയൊക്കെ ബേൺ ഔട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഈസി കാര്യമൊന്നുമല്ല. നമുക്ക് അത്ര മോട്ടിവേറ്റഡ് ആയിട്ട് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. അപ്പം കുറച്ച് ആദ്യത്തെ ഇനീഷ്യൽ പാർട്ടും ഈസി ആയിരിക്കും. ഒരു 15 to 20% കുറയാൻ ഈസിയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒത്തിരി ഓവർ വെയിറ്റ് ഉള്ളവർക്കൊക്കെ കുറച്ചും കൂടി ഡിഫിക്കൽട്ടും കൂടെ ആയിരിക്കും. അപ്പം അതിൻ്റെ കൂടെ ഇങ്ങനത്തെ ഒരു മെൻ്റൽ ബ്ലോക്കും കൂടെ, അയ്യോ ഞാനിനി വെയിറ്റ് കുറഞ്ഞു പോയാൽ എന്നെ കണ്ടാലുള്ള ഭംഗി പോകുമോ എന്നൊക്കെ ചിന്തിക്കാനും കൂടെ തുടങ്ങിയാൽ ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ടുള്ള ഒരു മെൻ്റൽ പ്രിപ്പറേഷൻ ചെയ്ത് വേണം നമ്മൾ ഇതിലേക്ക് വരാൻ. അങ്ങനെയാണെങ്കിൽ അപ്പം നമ്മളെപ്പോഴും നമ്മളൊരു ഫിഗറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ഈ അത്ലറ്റ്സ്, മോഡൽസ് ഒക്കെ പോലെയുള്ളവർ, നല്ല ഏറ്റവും കറക്റ്റ് ഫിഗറുള്ള നമ്മുടെ സ്പോർട്സ് പ്ലേയേഴ്സൊക്കെ ഉണ്ടല്ലോ, ഫുട്ബോൾ പ്ലേയേഴ്സ്, അല്ലെ അത്ലറ്റ്സ്, ഈ 100 മീറ്റർ ഓട്ടക്കാരും അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടല്ലോ, അവരെ ആയിരിക്കണം നമ്മൾ മനസ്സിൽ കാണണ്ടേ. അല്ലാതെ ഈ നമ്മൾ അപ്പുറത്തുള്ള കുടവേറും തടിയൊക്കെ ആയിട്ടിരിക്കുന്നവരെ ആയിരിക്കരുത് നമ്മൾ ഒരു എക്സാമ്പിളാക്കി വയ്ക്കാൻ. അപ്പോൾ അങ്ങനെ വെച്ച് നമ്മൾ പ്രിപ്പറേഷനോട് കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസിൽ നിന്നെല്ലാം മാറാൻ പറ്റും. ഒന്നീന്നല്ല, എത്ര എണ്ണം ഉണ്ടെങ്കിൽ നമ്മൾ പാരലായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ രോഗലക്ഷണങ്ങളെ അല്ല ഫോക്കസ് ചെയ്യുന്നത്, അതിൻ്റെ അടിസ്ഥാന കാരണമായ ശരീരഘടനയിലെയും ഹോർമോൺ ബാലൻസിലെയും ഇമ്മ്യൂണിറ്റിയിലെയും വ്യതിയാനങ്ങളെയും അവയ്ക്ക് കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ പരിഹരിക്കാനുമാണ്. അതുകൊണ്ടാണ് ഏത് പ്രായത്തിലുള്ള ആൾക്കും ഒരേ സമയം വ്യത്യസ്ത രോഗങ്ങൾക്കും രോഗലക്ഷണങ്ങൾക്കും അസ്വസ്ഥതകൾക്കും ആശ്വാസം ലഭിക്കുന്നത്. രോഗമുക്തിക്ക് ആധാരം ഇമ്മ്യൂൺ സിസ്റ്റമാണ്. ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഉത്തമമായി പ്രവർത്തിക്കാനുള്ള അവസരം ഒരുക്കുകയും അതിലൂടെ ശരീരത്തിൻ്റെ സെൽഫ് ഹീലിംഗ് പവറിനെ ഉത്തേജിപ്പിക്കുകയുമാണ് വേണ്ടത്. സ്വയം ജീവിതശൈലി ക്രമീകരിച്ച് ആരോഗ്യം ഉത്തമമാക്കി നിലനിർത്താനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്. അതിന് കഴിയാതെ വരികയോ ഹൃദ്രോഗവും ക്യാൻസറും പോലുള്ള മാരക രോഗങ്ങൾ സംശയിക്കപ്പെടുമ്പോഴും ഒന്നിൽ കൂടുതൽ രോഗങ്ങളുള്ളവർക്കും മരുന്നുകൾ ദീർഘകാലം ഉപയോഗിക്കേണ്ടി വരുന്നവർക്കും മരുന്നുകൾ കൊണ്ടും അസ്വസ്ഥതകൾ മാറ്റാൻ കഴിയാതെ വരുമ്പോഴും ഓപ്പറേഷൻ ആവശ്യമായി വരുന്നവർക്കുമാണ് ക്ലിനിക്കൽ സപ്പോർട്ടോടെയും സൂപ്പർവിഷനോടെയും ഉള്ള ജീവിതശൈലി ക്രമീകരണം ആവശ്യമായി വരുന്നത്. ജീവിതശൈലി ക്രമീകരണത്തിൻ്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ചും ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തെക്കുറിച്ചും വെബ്സൈറ്റിൽ നിന്നും യൂട്യൂബിൽ നിന്നും കൂടുതൽ അറിയാനാകും. ഡോക്ടറേക്കാൾ അറിവ് നേടാം എന്ന യൂട്യൂബ് സീരീസിലെ വീഡിയോകളും നൂതന സമീപനം എന്ന സീരീസിലെ ആദ്യ വീഡിയോയും നിങ്ങളുടെ രോഗത്തെക്കുറിച്ചുള്ള വീഡിയോയും ചികിത്സ എങ്ങനെയാവണം എന്ന സീരീസിലെ വീഡിയോയും കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാ ശനിയാഴ്ചയും 2:30 ലൈവ് എപ്പിസോഡുകളും നിങ്ങളുടെ രോഗവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞുപോയ എപ്പിസോഡുകളും കാണുന്നത് നല്ലതാണ്. താങ്ക് യു.